Hello everyone and welcome back. So today we are going to take up another chapter which is partnership accounts, and it is going to be the last chapter of CA foundation syllabus that we have to tackle, and it is also there for CMA intermediate students. So നമുക്ക് quickly എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ കമ്പനി അക്കൗണ്ട്സ് പഠിച്ചപ്പോഴും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു there are different kinds of businesses അല്ലേ. അതിൽ സിംഗിൾ ഒരു ഓണർ ആണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ എന്നും, ഒരു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം കുറച്ച് പേര് കളക്റ്റീവ്ലി ഒരു സ്ഥാപനമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നതിനെ കമ്പനി എന്നും പറയുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഫോം ഓഫ് ബിസിനസ് ആണ് a partnership firm, wherein just like a company, it's a combination of coming together of two or more people to collectively do a business or activity. അതിനെയാണ് partnership firm എന്ന് പൊതുവെ പറയുന്നത്. Yeah, and it is governed by Indian Partnership Act 1932. Yeah. So പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ. അപ്പോൾ ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഓണേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് പാർട്ട്നേഴ്സ് എന്ന്. കാരണം രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, മിനിമം 2 പേരെങ്കിലും. അതുകൊണ്ട് ആ ഓണേഴ്സിനെ നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പേരായിരിക്കും കൊടുക്കുന്നത്. ഫോർ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ദേ ആർ ഓണേഴ്സ്. കാരണം ഒറ്റൊരാളേ ഉള്ളൂ, അയാളെ ഓണറിന് നമ്മൾ വിളിക്കും. ഇനി കമ്പനി ആയിരുന്നെങ്കിലും രണ്ടിൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്താണ് കമ്പനി ഫോം ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഇക്വിറ്റി ഷെയർസിലേക്കും പ്രിഫറൻസ് ഷെയറിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓണേഴ്സിനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ബിസിനസിൻ്റെയും ഓണേഴ്സിൻ്റെ പേരുകളൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പേരുകൾ തരുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം whether it's a partnership firm, whether it's a company or it's a normal sole proprietorship business. Now, how do we term or how do we give the name for the capital contribution done by the owners? In a sole proprietorship business ഒരൊറ്റൊരാളെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ അല്ലേ. അപ്പോൾ അയാൾ കൊണ്ടുവരുന്ന എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനും നടത്തിക്കൊണ്ട് പോകാൻ കുറച്ച് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലേ. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്നാണ്. Now, when the same initial investment was taken into the scene of companies, we termed it as share capital. Yeah, so എല്ലാ സെയിം കാര്യം തന്നെയാണ് അല്ലേ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ അതിന് എല്ലാത്തിനും പല പേരുകളാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബിസിനസ് ഇറ്റ് ഇസ് falling under. And for a partnership firm, the capital will be contributed by different owners അല്ലേ. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ അവരെല്ലാവരും ഈ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ therefore ഈ ഓരോരുത്തരും കൊണ്ടുവരുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ തന്നെയാണ്. ആൻഡ് ഓരോരുത്തരും കൊണ്ടുവന്ന പല എമൗണ്ടുകളാണ്, സെയിം എമൗണ്ട് ആവാം, ഡിഫറെൻറ്റ് എമൗണ്ട് ആവാം, ബട്ട് ഇറ്റ് ഈസ് the contribution by different people or different partners. Therefore we term the name partners capital. അപ്പോൾ ഇമാജിൻ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എ ബി ആൻഡ് സി. അപ്പോൾ എ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ എസ് ക്യാപിറ്റൽ എന്നും, ബി കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ബിസ് ക്യാപിറ്റൽ എന്നും, സി കൊണ്ടുവരുന്നതിന് സിസ് ക്യാപിറ്റൽ. അങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റലിനെ അണ്ടർ പാർട്ട്ണർഷിപ്പ് ഫേം ഡിഫൈൻ ചെയ്യുന്നത് ആസ് പാർട്ട്നേഴ്സ് capital. Yeah. Now let us understand what are some of the features of a partnership firm. Now partnership firm ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരോ ഒരുമിച്ച് കളക്റ്റീവ്ലി ഒരു പേർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ കളക്റ്റീവ്ലി ഒരു ബിസിനസ് ചെയ്യുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. സോ therefore minimum members should be 2. 2 പേരെങ്കിലും മിനിമം വേണം. 2 പേര് തമ്മിലുള്ളൊരു ബിസിനസ് അറേഞ്ച്മെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ആൻഡ് ദേ ഷുഡ് ഹാവ് എൻ എഗ്രിമെന്റ്, അതായത് അവർ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു വെക്കണം. എത്ര എമൗണ്ട് ആണ് ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടത്, എന്താണ് നമ്മളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. In the case of a sole proprietorship firm, the entire net profit earned by the business is for the sole proprietor. In case of a company, shareholders-ന്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടും. അതാണ് അവരുടെ റിട്ടേൺ. For a partner in a partnership firm also, they also expect some return from the business അല്ലേ. അപ്പോൾ ആ ഒരു റിട്ടേൺ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് മുഴുവനായിട്ടും നമ്മൾക്ക് ഒരു എമൗണ്ട് ആയിരിക്കും പറയാൻ പറ്റും, 1 ലക്ഷം രൂപയുടെ ലാഭം. ഇനി ഈ 1 ലക്ഷം രൂപ ആർക്കൊക്കെയാണ് കിട്ടേണ്ടത്, ആ ബിസിനസ്സിലുള്ള എല്ലാ പാർട്ട്നേഴ്സിനും കിട്ടണം അല്ലേ. സോ therefore they should have an agreement as to how should we distribute this
profit. അതായത് 1 ലക്ഷം രൂപ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ. So therefore a feature of partnership firm is to have a proper decision about how to share profits. Yeah, ഇനി ഷെയർ പ്രോഫിറ്റ്സ് ആണ് പൊതുവെ പറയുന്നത്. ലോസസ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയണമെന്നില്ല. പക്ഷേ even if that point is silent അല്ലെങ്കിൽ നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞാലും ക്വസ്റ്റ്യന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇമാജിൻ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് മേക്കിംഗ് എ ലോസ് ഓഫ് 1 lakh. ദെൻ വി അപ്ലൈ ദ സെയിം പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള അതേ റേഷ്യോ എടുത്ത് തന്നെയായിരിക്കും നമ്മുടെ ലോസും ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെ നടത്തണമെന്ന് നിർബന്ധമായിട്ടും എഗ്രി ചെയ്തിരിക്കണം. ലോസിന് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് റൂൾ ഒന്നുമില്ല. എന്നാൽ പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യുന്നു അങ്ങനെ തന്നെ ലോസ് ഷെയർ ചെയ്യാനായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആഗ്രഹിക്കുന്നത്. Yeah? So sharing of profits should be decided and you have a name for it. It is nothing but profit sharing ratio. Yeah? Or we even term it as PSR, ഒരു ഷോർട്ട് ഫോം ആയിട്ട് അങ്ങനെയും പറയാറുണ്ട്. അതായത് PSR എന്ന് വെച്ചാൽ അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം is the ratio in which the partners have agreed to distribute or bifurcate the profit earned by the business. That is one another point. ഇനി ഇവർ തമ്മിൽ പല കാര്യങ്ങൾക്കും എഗ്രിമെന്റ് വേണമല്ലേ. അതായത് ഇത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടത്, ലാഭം ഇത്രയാണ്, ബിസിനസ്സിന് ഇന്ന പേര് വേണം. അപ്പോൾ അതൊക്കെ ഇവരൊരു എഗ്രിമെന്റിൽ എത്തണം. അതായത് ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ മെമ്പേഴ്സ് എല്ലാവരും അത് സംസാരിച്ച് ഉറപ്പാക്കണം അല്ലെങ്കിൽ കൺഫേം ചെയ്യണം that we agree to this. Now that is an agreement of partnership and that agreement can either be written or oral. എഗ്രിമെന്റ് റിട്ടണും ആവാം ഓറലും. അതായത് വാക്കാല് എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ സംസാരിച്ചുറപ്പിക്കാം, അല്ലെങ്കിൽ എഴുതി ഇവര് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിച്ചും ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിക്കാവുന്ന അല്ലെങ്കിൽ തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ പ്രിഫേർഡ് ഇസ് ഓൾവേസ് റിട്ടൺ. Now written എഗ്രിമെന്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓറലും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കാര്യങ്ങളായിട്ട് തന്നെ പറയാണ്. പക്ഷെ അത് നമുക്ക് പ്രൂഫ് കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല, ഒരു വാക്കാല് സംസാരിച്ച് ഉറപ്പിച്ചാണ്. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഡീഡ് റിട്ടൺ ആണെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ മുദ്രപത്രത്തിലായിരിക്കും നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഴുതുന്നത്. ആൻഡ് ജനറലി ഇൻ കറന്റ് സിറ്റുവേഷൻ നമ്മളൊരു 5000 രൂപ മുദ്രപത്രത്തിലാണ് സാധാരണ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാമ്പ് പേപ്പറുള്ള ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റിൽ എഴുതുന്ന കാരണം അത് ലീഗലി വാലിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് എപ്പോഴും പ്രിഫേർഡ് മോഡ്. ഇനി ഈ റിട്ടേൺ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, എത്ര ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം, ഇനി ആരെങ്കിലും ഈ പാർട്ട്നേഴ്സ് ഒക്കെ ഈ ബിസിനസ് വേണ്ടാന്ന് വെച്ച് പോവുകയാണെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്, അല്ലെ പുതിയ ഒരാളെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരാൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് തയ്യാറാക്കണം. ആൻഡ് ഇഫ് ഇറ്റ്സ് എ റിട്ടൺ എഗ്രിമെന്റ് ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ആൻഡ് ഓൾ ദോസ് എഗ്രിമെന്റ് പുട്ട് ടുഗദർ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറയുന്നത്. റിട്ടൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ എ ലീഗൽ സ്റ്റാമ്പ് പേപ്പർ ആയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റിൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിന് മനസ്സിലാക്കാനുള്ളത്. ഇനി അത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഇസ് അൺലിമിറ്റഡ്. Unlimited in the sense, unlimited എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതായത് ഇമാജിൻ ദ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഭയങ്കര നഷ്ടത്തിലാണ്. കുറേ നഷ്ടങ്ങൾ വന്നപ്പോൾ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടം കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കടക്കാർക്കെല്ലാം വന്ന് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനോട് പൈസ ചോദിക്കാം. പാർട്ട്ണർഷിപ്പ് ഫേമിനോട് പൈസ ചോദിക്കാന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദേ ആർ ആസ്കിങ് ദ പാർട്ട്നേഴ്സ് ടു പേ ദ ലയബിലിറ്റി, ആ കടങ്ങൾ അടച്ചു തീർക്കാൻ എന്നുള്ളത്. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന് ഈവൻ ദോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്താണ് ഈ കടങ്ങൾ വന്നതെങ്കിലും അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്ത് കിടപ്പില്ല, അൺലിമിറ്റഡ് ആണ്. അതായത് ഒരു കടം പാർട്ട്ണർഷിപ്പ് ഫേമിന് വന്നാൽ അവരുടെ കയ്യിലുള്ള പേഴ്സണൽ ആസ്തി ഉപയോഗിച്ച് വരെ ഇവര് കടം പേ ചെയ്യേണ്ടി വരും.
സോ അൺലിമിറ്റഡ് ലയബിലിറ്റി, അതായത് പാർട്ട്നേഴ്സ് അവരുടെ സ്വന്തം പേഴ്സണൽ അസറ്റ്സ് ഉപയോഗിച്ച് പോലും പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കടങ്ങൾ അടച്ച് തീർക്കേണ്ടി വരുന്നത്. അതായത് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നില്ല. കമ്പനി അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലയബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ മാക്സിമം എത്ര വരെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനോട് അല്ലെങ്കിൽ ഓണേഴ്സിനോട് ചോദിക്കാൻ പറ്റുകയുള്ളൂ, അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ക്യാപിറ്റലിന്മേലുള്ള എമൗണ്ട് വരെ. അതിനുശേഷം എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ ഷെയർ ഹോൾഡേഴ്സിനോട് ചോദിക്കാൻ പറ്റും. അവിടെ അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ബട്ട് പാർട്ട്ണർഷിപ്പ് പെർമിറ്റ്സ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇനി കുറെ കണ്ടീഷൻസും കൂടി ഉണ്ട്. ദാറ്റ് വി വിൽ ടേക്ക് അപ്പ് ആഫ്റ്റർ ടേക്കിംഗ് അപ്പ് another point called LLP, which is limited liability partnership. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ആ പോയിന്റ് പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു ഡ്രോബാക്ക് ആണ്, അതായത് പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ എത്ര കടം ഉണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കല്ല, പാർട്ട്നേഴ്സ് വരെ അതിനുള്ള പേയ്മെന്റ് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു ഡ്രോബാക്ക് ആണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ. അപ്പോൾ ആ ഡ്രോബാക്ക് കവർ ചെയ്യാനും businesses evolving around us, LLP എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് ആണ്, which is nothing but a form of partnership itself, wherein the liability of partners are limited. And this limited liability partnership, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് നമ്മൾ LLP എന്ന് പറയും, that has to be registered with registrar of companies, just like company നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് registrar of companiesന്റെ അടുത്താണ്, ROC. അവരുടെ കീഴിൽ തന്നെയാണ് നമ്മൾ LLPയും രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് വഴി ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലോ അതിന് ROCയിലേക്കൊന്നും ആയിട്ട് ഒരു ബന്ധവുമില്ല. That's a altogether different arena. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നെന്നിരിക്കാം. രജിസ്റ്റർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ അടുത്ത് പോയി ഇന്ന പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേര് അവിടെ സബ്മിറ്റ് ചെയ്യുന്നതിനാണ്. അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്കുള്ള രജിസ്ട്രേഷൻ അതോറിറ്റിയാണ് രജിസ്ട്രാർ ഓഫ് ഫേംസ്. ഈ രജിസ്ട്രാർ ഓഫ് ഫേംസിന്റെ അടുത്ത് പോയി നമ്മളുടെ റിട്ടേൺ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ്, 5000 രൂപ മുദ്രപത്രത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് മറ്റു പല ഡീറ്റെയിൽസോട് കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ രജിസ്ട്രാർ ഓഫ് ഫേംസ് അപ്രൂവൽ തരും. അതായത് ഇത് പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇഫ് അറ്റ് ഓൾ ലേറ്റർ ഓൺ a client or a customer or anybody has to file a suit against this partnership firm, പാർട്ട്ണർഷിപ്പ് ഫേമിന് അഗൈൻസ്റ്റ് ഒരു കേസ് വരികയാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിന് ആ കേസിന് അഗൈൻസ്റ്റ് പോയി വാദിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് കേസ് കൊടുക്കണമെങ്കിലോ ഇറ്റ് ഷുഡ് ബി എ രജിസ്റ്റേർഡ് ഫേം ആയിരിക്കണം. അതുകൊണ്ട് രജിസ്ട്രാർ ഓഫ് ഫേംസിൽ പോയി രജിസ്ട്രേഷൻ എടുക്കുന്നതാണ് എപ്പോഴും പാർട്ട്ണർഷിപ്പ് ഫേംസിന് നല്ലത്. എന്നാൽ രജിസ്ട്രാർ ഓഫ് ഫേംസിന്റെ അടുത്ത് പോയി രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ളത് കമ്പൽസറി അല്ല. ഇറ്റ് ഈസ് ഓപ്ഷണൽ ഫോർ ദ പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള പല പാർട്ട്ണർഷിപ്പ് ഫേമുകളുടെ ബിസിനസ്സും നമ്മളുടെ ചുറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ തന്നെ ഇഷ്ടം പോലെ കാണും. പക്ഷെ അവരൊന്നും ഈ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കമ്പൽസറി അല്ലാത്തത് കാരണം എടുക്കാൻ സാധ്യതയില്ല. വാക്കാൽ ഇവർ തമ്മിൽ പറഞ്ഞു ഉറപ്പിച്ചത് മാത്രമേ കാണുള്ളൂ. ഇതിന്റെ ആവശ്യം വരുന്നത് നമ്മൾക്കെതിരെ അല്ലെ പാർട്ട്ണർഷിപ്പ് ഫേമിനെതിരെ ഒരു കേസ് വരികയോ പാർട്ട്ണർഷിപ്പ് ഫേമിന് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു കേസ് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഫേമിന് ഒരു കേസ് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ആൾക്കാർക്ക് ഒരു കേസ് ഫയൽ ചെയ്യണം ബേസ്ഡ് ഓൺ ദിസ് ബിസിനസ് എങ്കിൽ ആ ഒരു കോർട്ടിന്റെ ലീഗൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇവരൊരു രജിസ്റ്റേർഡ് ഫേം ആയിരിക്കണം. അല്ല രജിസ്ട്രേഷൻ എടുക്കാത്തവരാണെങ്കിൽ ഇവർക്കെതിരെ വരുന്ന കേസ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ രജിസ്റ്റേർഡ് ഫേം. But if it's an LLP, it's compulsory to get registered under ROC. So LLP will get registered under ROC just like a company. കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ പബ്ലിക് ലിമിറ്റഡ് ആയിട്ട് ROCയുടെ അടിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ്, പക്ഷെ LLP മോഡലിൽ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ഫേം ROCയുടെ കീഴിൽ പോയി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ആൻഡ് ആസ് ദ നെയിം സജസ്റ്റ്, partners of this LLP will have limited liability. അതായത് അവർ എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റിക്ക് മാത്രം അവർ ഉത്തരവാദികളായിരിക്കുള്ളൂ. അതായത് ആ ഒരു എമൗണ്ട് മാത്രമേ ലൈബിലിറ്റി അടച്ചു തീർക്കാൻ ഇവരുടെ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അൺലിമിറ്റഡ് ലൈബിലിറ്റി അല്ല. അപ്പൊ ഇവരുടെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും ഈ ബിസിനസ്സുമായിട്ട് ലിങ്ക്ഡ് അല്ല. അതൊരു കടം വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ചിലപ്പോൾ ഈ പാർട്ട്നേഴ്സ് സ്വന്തം വീട് പോലും വിറ്റ് ചെയ്ത് അടയ്ക്കേണ്ടി വരും.
പക്ഷെ LLP ആണെങ്കിലോ അങ്ങനെ ഇവരുടെ പേഴ്സണൽ അസറ്റ്സ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് കിടപ്പില്ല, അതുകൊണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് ആപ്ലിക്കബിൾ ലോ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ് സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേമിന്. LLPക്ക് ആണെങ്കിൽ ഇറ്റ്സ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. Now registration we said partnership firm and it's optional, but if at all they are going to get registered, it will be with registrar of firms. But LLP it's compulsory with ROC, they don't have an option. In creation പാർട്ട്ണർഷിപ്പ് ഫേം എഗ്രിമെന്റ് പ്രകാരമാണ്, അതായത് 2-3 പേര് ചേർന്ന് അവർ എഗ്രി ചെയ്യാണ്, ഓക്കെ ലെറ്റ്സ് ഡു എ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അത് ഒരു എഗ്രിമെന്റിന്റെ ബേസിലാണ്. പക്ഷെ LLP അത് ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ആക്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ലോ പറയുന്നത് ആണ്. Now separate legal entity and body corporate, these are features of a company. അപ്പോൾ കമ്പനി പോലെ മറ്റൊരു ടൈപ്പ് ഓഫ് LLP ആയിട്ട് ROCയുടെ അടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫേംസിനും ഈ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചറും കാണും. ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി ആണ്, സെപ്പറേറ്റ് ഒരു ബിസിനസ് ആണ്. അത് രണ്ടും സാധാരണ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് കിട്ടുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നുമല്ല. ഈ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്, സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് 2-3 പാർട്ട്നേഴ്സ് ചേർന്ന് ഒരു പുതിയ പേര് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അവർക്കൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്. ദേ ആർ or another name put forward for the collective names of work of certain people. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റൂ. ഇനി പെർപച്വൽ സക്സഷൻ. പെർപച്വൽ സക്സഷൻ നമ്മൾ കമ്പനീസിൽ പറഞ്ഞിരുന്നു, എത്ര മെമ്പേഴ്സ് വന്നും പോയിക്കൊണ്ടു വരുന്നോട്ടെ കമ്പനി വിൽ കണ്ടിന്യൂ ടു റൺ. മെമ്പേഴ്സിന് മാറി മറിയാനുള്ള അല്ലെങ്കിൽ മാറി വരാനുള്ള ഓപ്ഷൻസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷെ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെയല്ല. പാർട്ട്ണർഷിപ്സ് ഇങ്ങനെ പെർപച്വൽ സക്സഷൻ ഒന്നും ഇല്ല, അതായത് കാലാകാലങ്ങളോളം ഈ പാർട്ട്ണർഷിപ്പ് നിലനിൽക്ക് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല സാധാരണ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് കൊടുക്കുന്നത്. ഇൻ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, 2 കേസിലും മിനിമം 2 പേരെങ്കിലും വേണം, എന്നാലാണ് അത് പാർട്ട്ണർ ആവുകയുള്ളൂ അല്ലെ. 2 പേര് നമ്മൾ ചേർന്ന് പാർട്ട്ണർ നമ്മൾ പറയുന്നു. സോ മിനിമം 2 പേരായിരിക്കണം. LLPക്ക് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല, പക്ഷെ പാർട്ട്ണർഷിപ്പ് ഫേമിന് മാക്സിമം 50 വരെ പറ്റുകയുള്ളൂ. Ownership of assets. Since a normal partnership firm doesn't have a separate legal entity, they cannot buy any assets or own any assets. അതെല്ലാം അവരുടെ പാർട്ട്ണർ ഈ ഫേമിന് വേണ്ടി ഓൺ ചെയ്യുന്നതായിരിക്കും. എന്നാൽ LLPനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയത് കാരണം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അസറ്റ്സ് വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. 9th ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. In partnership firm, the liability of partners are unlimited because that means the liability will even extend to their personal assets. കടം അടച്ചു തീർക്കേണ്ട ആവശ്യം വരുമ്പോൾ അവരുടെ പേഴ്സണൽ സ്വത്ത് വരെ നമ്മൾ എടുത്തി കടങ്ങൾ അടച്ചു തീർക്കണം. പക്ഷെ LLP അങ്ങനെയല്ല, അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതുവരെ അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഫ്രോഡോ കളക്ടറോ കാണിച്ചാൽ ദെൻ അതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം. ദാറ്റ്സ് എ വെരി എക്സെപ്ഷണൽ case. And finally, principal agent relationship. Principal agent relationship എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നേഴ്സ് എല്ലാവരും ആ ഫേമിന്റെ ഏജൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഏജൻസ് ഓഫ് mutual partners, അതായത് and also agents of other partners. That means if partners are A, B and C, A എന്ന് പറയുന്ന ആള് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സുമായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി കാര്യങ്ങളെല്ലാം സംസാരിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, if it's a partnership firm we can say A does this activity for the entire partnership and also on behalf of B and C separately. ഈ പാർട്ട്നേഴ്സിന് പകരമായിട്ടും അവരെയും കൂടെ റെപ്രസെന്റ് ചെയ്ത് ഈ A പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിക്കും. പക്ഷെ LLP ആണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും A ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് B and C അല്ലെങ്കിൽ ഫോർ B and C എന്ന് പറയാൻ പറ്റില്ല. A does this for the LLP, not for the individual partners. അതാണ് ഈ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന്. Now theoretically നിങ്ങൾ LLP എന്താണെന്നും പാർട്ട്ണർഷിപ്പ് എന്താണെന്നും മനസ്സിലാക്കിയാൽ മതി. LLP is restricted to the theory portion. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പക്ഷേ എല്ലാ പ്രോബ്ലവും from the perspective of a normal partnership firm. That is going to continue even in your interlevel നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കണ്ടിന്യൂവേഷൻ അല്ലെ എക്സ്റ്റൻഷൻ ഉണ്ട്. അവിടെയും നമ്മൾ പറയാൻ പോകുന്നത് we are going to talk about only partnership firm under Indian Partnership Act 1932. LLP നെ കുറിച്ച് നമ്മൾ തിയറിറ്റിക്കലി മാത്രമേ അവിടെയും സംസാരിക്കുള്ളൂ.
ചെയ്യുള്ളൂ. പ്രസന്റേഷൻ അല്ലെ അക്കൗണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യില്ല. So I hope we are clear with those points. ഇനി മെയിൻ ക്ലോസസ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഡീൽ നമ്മൾ പറഞ്ഞു, എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ മ്യൂച്വലി എഗ്രി ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ജനറലി ഒരു റിട്ടേൺ സ്റ്റാമ്പ് പേപ്പറിൽ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റിൽ എഴുതി വെക്കും. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വേണം? എല്ലാ ബിസിനസ്സും ചെയ്യാൻ പോകുന്ന പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. ഇനി പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഈ ബിസിനസ്സിന് ഒരു പേര് വേണം. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വേണം. ഇനി ആരെങ്കിലും മരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ റിട്ടയർമെന്റ് എടുത്ത് പോവുകയാണെങ്കിലോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാം. ഇനി ഇൻസോൾവെന്റ് ആകുകയാണെങ്കിലും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ. എന്താണ് ഇൻസോൾവെന്റ്? പാപ്പരാകുക എന്ന് പറയും മലയാളം. അതായത് യു ഡു നോട്ട് ഹാവ് എനി അസറ്റ്സ്. നിങ്ങളുടെ കടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് യു ഡോണ്ട് ഹാവ് എനി ഇനഫ് അസറ്റ്സ് ടു പേ ഓഫ് ദോസ് ലയബിലിറ്റീസ്. ദെൻ സച്ച് പീപ്പിൾ വിൽ ഗോ ആൻഡ് appeal to the court to declare them as insolvent. എന്നെ പാപ്പരായിട്ടൊന്ന് ഡിക്ലെയർ ചെയ്യും എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ കോർട്ട് സാറ്റിസ്ഫൈഡ് ഇൻസോൾവെന്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പൈസ കൊടുത്തവർക്കൊന്നും അയാളോട് പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം കോർട്ടേ പറഞ്ഞു അയാളുടെ കയ്യിൽ ഒരു പൈസയില്ല, അയാൾ ഫുള്ളി പാപ്പരായി കഴിഞ്ഞു. സോ അങ്ങനെ ഏതെങ്കിലും പാർട്ട്ണർ ആകുകയാണെങ്കിൽ ഹൗ ഷുഡ് യു ട്രീറ്റ്? ഈ കാര്യങ്ങളെല്ലാം എവിടെ കൊടുത്തിരിക്കണം? പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് കൊടുത്തിരിക്കണം. ഇനി ഒന്ന് രണ്ട് പോയിന്റ്സ് അഡീഷണലി ഇതിനകത്ത് പറയാനുള്ളത്, ഈ പാർട്ട്നേഴ്സ് എല്ലാവരും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയി ക്യാപിറ്റൽ കൊണ്ടുവരണം അല്ലെ. അപ്പോൾ ഈ ക്യാപിറ്റലിനൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു? ഈ പാർട്ട്നേഴ്സ് എല്ലാം മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട പൈസ എടുത്താണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു റിട്ടേൺ ഈ പാർട്ട്നേഴ്സ് അഡീഷണലി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, അതർ ദാൻ ദ പ്രോഫിറ്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇട്ടതിനും ആ ഒരു എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എൻ എക്സ്പെൻസ് ഫോർ ദ പാർട്ട്ണർഷിപ്പ് ഫേം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 100 രൂപ ഒരു പാർട്ട്ണറും കൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്ക് ഈ 100 രൂപ ഒരു വർഷം എൻ്റെ കയ്യിൽ സൂക്ഷിച്ചതിന് 10% ഇൻട്രസ്റ്റ് ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം കൊടുത്തെന്നിരിക്കാം, 10 രൂപ കൊടുത്തെന്നിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചും ഡീഡിൽ പറയുന്നു. ഇതേപോലെ പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ തിരികെ എടുത്തുകൊണ്ട് പോവുകയാണ്, which is termed as drawings. So if there is any drawings, just like the firm gives interest on capital to the partners, drawings in interest on drawings ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ചാർജ് ചെയ്തിരിക്കാം. അതിനെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയും. ഇനി എല്ലാ പാർട്ട്നേഴ്സും ഫുൾ ടൈം ഈ ബിസിനസിന്റെ ഓഫേഴ്സിലോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല. 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 3 പേരായിരിക്കും ഫുൾ ടൈം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവർ, ബാക്കിയുള്ളവർ വെറുതെ പൈസ തന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫുൾ ടൈം ഈ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് അഡീഷണലി ചിലപ്പോൾ സാലറി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അവർ ഇതിനകത്ത് എംപ്ലോയിയും കൂടെ ചെയ്യുന്നത്. എംപ്ലോയി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ സമയം മുഴുവൻ ഈ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കാൻ അവർ കൊടുക്കുന്നുണ്ട് അല്ലേ, compared to the other partners who have just contributed initial investment. അത് കഴിഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അഡീഷണൽ ടൈം ഇൻവെസ്റ്റും കൂടെ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് ചിലപ്പോൾ ഒരു അഡീഷണൽ റവന്യൂ അല്ലെങ്കിൽ റിട്ടേൺ പാർട്ട്ണർഷിപ്പ് ഫേം കൊടുക്കാൻ തയ്യാറാണ്, വിച്ച് വിൽ ബി ജനറലി സാലറി ഓർ റെമ്യൂണറേഷൻ. അതിനെക്കുറിച്ച് ഡീഡിനകത്ത് പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളും ഡീഡിനകത്ത് സ്പെസിഫൈ ചെയ്ത് ആണ് നമ്മൾ ഓരോ ഡീഡും അല്ലെങ്കിൽ ഓരോ പാർട്ട്ണർഷിപ്പ് ഫേമും ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി ഡീറ്റെയിലി നിങ്ങൾ തിയറിറ്റിക്കലി ഇതിനകത്തൊന്ന് നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ തന്നിട്ട്. അപ്പോൾ ഒന്നും കൂടെ നോക്കിയാൽ തിയറി ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ യു ക്യാൻ answer those questions also. Now, sometimes partnership deed will not have information about some of these points. എല്ലാം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നല്ലതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ what if deed is silent on certain matters? Deed is silent. What if deed doesn't talk about interest on capital, interest on drawings, salary, remuneration?
ഡീഡ് സൈലന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, സാലറി ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. യു ആർ നോട്ട് സപ്പോസ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. You are not supposed to collect interest on drawings. You are not supposed to pay salary or remuneration also. Yeah? ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഡീഡ് സൈലന്റ് ആണ്. ഡീഡിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് ഡു ദാറ്റ്. ബട്ട് ഇഫ് ഇമാജിൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിന് അത്യാവശ്യം വന്നപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ലോൺ ആയിട്ട്, കടമായിട്ട് ഈ ബിസിനസ്സിലേക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും പാർട്ട്ണർ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ആ ലോണിന്മേലുള്ള ഇൻട്രസ്റ്റ് 6% നമ്മൾ കൊടുത്തിരിക്കണം. ഈവൻ ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇസ് സൈലന്റ്. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ given to the firm. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് പറയുന്നുണ്ട് 10% ആണെങ്കിൽ 10% കൊടുക്കുക. പക്ഷെ ഡീഡിനകത്ത് ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ആ പാർട്ട്ണർ കുറച്ച് കടമായിട്ടും ഈ ബിസിനസ്സിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവലി 6% ഇൻട്രസ്റ്റ് അയാൾക്ക് അഡീഷണലി കൊടുക്കണം. ഇത് ഡീഡ് ഇല്ലെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമുള്ള ഒരു കാര്യമാണ്. So if deed is silent, you are supposed to understand this part also. Now very important, if deed is silent on profit sharing ratio. If deed is silent on profit sharing ratio, what will you do? അതായത് ഓരോരുത്തർക്കും എത്ര വീതമാണ് പ്രോഫിറ്റിൽ വീതം കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ you have to consider it as equal among all members, അല്ലെ all partners. Now if already ഡീഡിനകത്ത് പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആവണമെന്ന് നിർബന്ധമില്ല. 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ള ആള് എയും ഇൻവെസ്റ്റ്മെന്റ് കുറവുള്ള ആള് ബിയുമാണ്. ഇനി ടൈം കൂടുതൽ ഇതിനു വേണ്ടി ചെലവാക്കുന്നത് ചിലപ്പോൾ ബി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ചിലപ്പോൾ 2:3 ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് അതിന്റെ അർത്ഥം ഷെയർ ഓഫ് പ്രോഫിറ്റ്, 1 രൂപ പ്രോഫിറ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഏൺ ചെയ്താൽ ആ 1 രൂപയിൽ 2/5 ആർക്ക് കിട്ടണം? എക്ക് കിട്ടണം. ആൻഡ് ബിക്ക് എത്ര കിട്ടണം? ആ 1 രൂപയുടെ 3/5 കിട്ടണം. ഇതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലെ PSR എന്ന് പറയുന്നത്. ബട്ട് ഇഫ് question or deed is silent on how should you treat this profit sharing ratio, it has to be treated among all the partners in the business, therefore equally. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു വിൽ ഹാവ് ടു നോ. ഇറ്റ് ക്യാൻ കം ആസ് എ തിയറി ക്വസ്റ്റ്യൻ, ഓൾസോ ആസ് പാർട്ട് ഓഫ് എ പ്രാക്ടിക്കൽ പ്രോബ്ലം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവർ തമ്മിൽ എഗ്രിമെന്റ് പറയുന്നില്ല സാലറി ഓർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ എത്രയാണെന്ന്. പക്ഷെ ടെസ്റ്റിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് സാലറി ഇത്ര കൊടുക്കാം, ഇൻട്രസ്റ്റ് ഇത്ര കൊടുക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടുള്ളൂ. If there is no agreement between the partners, then check whether profit is also there. Profit ഇല്ലെങ്കിൽ എന്തായാലും കൊടുക്കേണ്ട കാര്യമില്ല. സോ അതൊന്ന് വായിച്ചു മനസ്സിലാക്കാം. എക്സാമ്പിൾ, 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Let us quickly read that. A and B commenced business in partnership on 1st January 2016. No partnership agreement was made, either oral or written. They contributed 40,000 and 10,000 respectively as capital. In addition, A also advanced 20,000 on July 1st. A met with an accident on 1 April 2016 and could not attend the partnership business up to 30th June. Profits of the year ended on 31st December amounted to 50,600. Disputes have been arising between them for sharing the profits. എത്രയാണ്? A claims he should be given interest at 10% per annum on capital and loan. Profit should be distributed in proportion of capital. B claims net profit should be shared equally. He should be allowed remuneration of 1,000 per month during the period of A's illness
Interest on capital should be given at 6% per annum. You are required to settle the dispute between them and distribute the profits according to law. State with reasons your answer. ഇനി ഇവർ തമ്മിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഓറലും ഇല്ല റിട്ടേണും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ക്ലെയിംസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എയുടെ ക്ലെയിം ആദ്യം നോക്കാം. എ പറയുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറയുന്നുണ്ട് ഡീഡ് സൈലന്റ് ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല. സോ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി ലോൺ ആണെങ്കിലോ ലോണിനും 10% ഇൻട്രസ്റ്റ് വേണമെന്നാണ് എ പറയുന്നത്. ആൻഡ് ലോൺ അയാൾ കൊടുത്തിട്ടുണ്ടോ? യെസ്. എ ഓൾസോ അഡ്വാൻസ്ഡ് 20,000 എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എ ലോൺ ആയിട്ട് കൊടുത്ത എമൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ ആ ലോണിന് ഇൻട്രസ്റ്റ് നമ്മൾക്ക് കൊടുക്കാം ഇഫ് ഡീഡ് ഇസ് സൈലന്റ്. ബട്ട് ക്യാൻ ദ പാർട്ട്ണർഷിപ്പ് ഫേം ഗിവ് 10%? നോ. Interest on loan if deed is silent should be given only up to 6%. Now, അടുത്ത അപ്പോൾ എയുടെ ആ പോയിന്റ് ഹാഫ് വാലിഡ് ആണ്. You can ask for or claim for interest on loan but only to the extent of 6%. Now, next was profit should be distributed in proportion of capital. That should also be not the case. If profit sharing ratio ne kurichu oru തീരുമാനമില്ലെങ്കിൽ equally share ചെയ്യാം. ഇനി ബി പറയുന്ന നെറ്റ് പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യണം. ദാറ്റ് ഇസ് ഓക്കെ. ഹി ഷുഡ് ബി അലൗഡ് എ റെമ്യൂണറേഷൻ. കാരണം എ കുറച്ച് ആക്സിഡന്റ് ആയിട്ട് കുറച്ച് നാൾ ബിസിനസ്സിലേക്ക് വരാതിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ബി അധികം വർക്ക് ചെയ്യേണ്ടി വന്നു അല്ലെ. ആ സമയത്ത് ബിക്ക് റെമ്യൂണറേഷൻ തരണമെന്നാണ് ബി പറയുന്നത്. പക്ഷെ റെമ്യൂണറേഷനും കൊടുക്കാൻ പറ്റുമോ? റെമ്യൂണറേഷൻ ഇസ് നത്തിങ് ബട്ട് സാലറി. അതും ഡീഡ് സൈലന്റ് ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല. Now, interest on capital and loan should be given at 6%. അതിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്താൽ we can say interest on capital സൈലന്റ് ആണെങ്കിൽ എന്തായാലും കൊടുക്കാൻ പാടില്ല. അത് എക്ക് ആയിക്കോട്ടെ ബിക്ക് ആയിക്കോട്ടെ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കാം to the person who has advanced to the business but only to the extent of 6%. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ചും ഒരു തീരുമാനം ഇവർ തമ്മിലില്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഈക്വലി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. ഇനി മറ്റൊന്ന് റെമ്യൂണറേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഡീഡ് സൈലന്റ് ആണെങ്കിൽ ദെൻ റെമ്യൂണറേഷനും കൊടുക്കാൻ പാടില്ല. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ബേസ്ഡ് ഓൺ ദ തിയറി ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. അപ്പം 50,600 disputes have been state reasons for your answer. Profit കണ്ടുപിടിക്കണമെങ്കിൽ ഈ 50,600 നിന്ന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് കുറയ്ക്കാനുണ്ടായിരിക്കും. അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് രണ്ടുപേർക്കും ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. This one, example number 2, you can do it at a later point of time. Now, powers of partners and accounts. ഇത് നിങ്ങൾ തിയറി ആയിട്ടൊന്ന് വായിച്ചിട്ട് മതി. പവേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് എന്തൊക്കെ ചെയ്യാം? മറ്റൊരാളുടെ ബിഹാഫിൽ വർക്ക്, അതായത് മറ്റ് പാർട്ട്ണറിന്റെ ബിഹാഫിൽ റെപ്രസെന്റിങ് ഫേം കാര്യങ്ങളൊക്കെ ചെയ്യാം, ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. യു പ്ലീസ് ഗോ ahead and read it on your own. Now we come to the most important part where we are worried about how to show this accounts. Now, partnership act അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യണമെന്നൊന്നും ഡീഡിനകത്ത് അല്ലെങ്കിൽ ആക്ടിനകത്ത് പറയുന്നില്ല. സോ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ലൈക്ക് യുവർ നോർമൽ ബിസിനസിന്റെ കണക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്നാൽ കുറച്ച് പ്രത്യേകതകൾ ഇതിനുണ്ട്. എന്താണ് ആദ്യത്തെ പ്രത്യേകത? ഫോർ sole proprietorship, as we said, we had only one owner. So therefore, entire amount contributed by him was termed as capital account. But since it's a partnership firm, each different partners would have contributed the investments. അപ്പോൾ ഓരോ പാർട്ട്ണറിന്റെ ക്യാപിറ്റലിനെയും നമ്മൾ അവരുടെ പേരോട് കൂടിയായിരിക്കും പറയുന്നത്. കളക്റ്റീവ്ലി നമ്മൾക്കതിനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയാം. Partners capital. That is one major point. The other important point to remember is partners in പല റെമ്യൂണറേഷൻ കിട്ടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ആൻഡ് അതിനകത്തൊരു പോയിന്റും പറഞ്ഞിരുന്നു, എഗ്രിമെന്റിനകത്തൊന്നും ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ
പേയ്മെന്റ് നടത്തുള്ളൂ. പ്രോഫിറ്റും കൂടി ഇല്ലെങ്കിലോ we don't pay all this interest or salary or remuneration, which means all these things are actually speaking an appropriation of the profit earned by the business. Appropriation എന്ന് വെച്ചാൽ എന്താണ്? ഓൾറെഡി ലാഭം 1,00,000 കിട്ടി, അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഈ ലാഭം നമ്മൾ പല പേരിൽ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. Now we did not talk about such an instance in your company, because കമ്പനിയിൽ P&L വരെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു അല്ലേ. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭമെല്ലാം ക്യാപിറ്റലിന്റെ കൂടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് നമ്മൾ കാണിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ലാഭത്തിൽ നിന്ന് ലാഭം തന്നെ പല പേരുകളായിട്ട് നമ്മൾ പലർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയോ പല ലെഡ്ജേഴ്സിലേക്ക് ആക്കി മാറ്റി വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പക്ഷെ P&L വരുന്ന ലെഡ്ജേഴ്സ് ഒക്കെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആയ കാര്യം തന്നെ മാറ്റി വെക്കുന്നതാണോ? അല്ല, നമ്മൾ ഇൻകർ ചെയ്ത ചെലവുകളാണ് P&L കാണിക്കുന്നത്. That is not an appropriation. That is an expense or loss incurred by the firm of business. But when the profit that you earn, you are going to ultimately give this profit to whom? In case of a partnership firm, to the partners. അപ്പോൾ പാർട്ട്നേഴ്സിന് കിട്ടാൻ അവകാശപ്പെടുന്ന ഈ പ്രോഫിറ്റ് തന്നെ അവർക്ക് മറ്റ് പല പേരുകളിൽ കൂടി നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ സാലറി റെമ്യൂണറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ലാഭം തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് അല്ലേ. So therefore, the interest on capital, interest on drawings, salary and remuneration are all nothing but appropriation of profits. And all this appropriation of profits will be presented in an additional statement called profit and loss appropriation account. Now it is nothing new or nothing different in terms of format from what we have learned. നമ്മൾ പഠിച്ച ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയായിരുന്നു? ട്രേഡിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം P&L പ്രിപ്പയർ ചെയ്തു. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ ഈ P&L നമ്മൾ പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ലാഭം നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? തൊട്ട് താഴെ നമ്മൾ ഒരു ലെഡ്ജറും കൂടി ഓപ്പൺ ചെയ്യും, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതൊന്നെങ്കിൽ P&L അക്കൗണ്ടിന്റെ താഴത്തേക്ക് ട്രേഡിംഗ് കഴിഞ്ഞിട്ട് P&L എഴുതുന്നത് പോലെ തന്നെ ടോട്ടൽസിന്റെ ആ ഒരു ബ്രേക്ക് വെച്ചിട്ട് മാത്രം കണ്ടിന്യൂഷൻ എഴുതിയാൽ ദാറ്റ് ബിക്കംസ് എ P&L അപ്രോപ്രിയേഷൻ. അല്ലെങ്കിൽ P&L അപ്രോപ്രിയേഷൻ ഒരു സെപ്പറേറ്റ് പേര് കൊടുത്തിട്ട് അതേപോലെ തന്നെ എഴുതിയാലും മതി. ഇനി അത് P&L അപ്രോപ്രിയേഷൻ ആവുന്നത് ഹെഡിങ് ഉപയോഗിച്ച് മാത്രമല്ല, അതിൽ എഴുതാൻ പോകുന്ന കണ്ടന്റുകളാണ് whether it's a P&L account or a P&L appropriation account. So if it's an appropriation of profits, even if you don't mention it as a separate heading, P&L താഴെ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റുഡ് ആണ് P&L അപ്രോപ്രിയേഷൻ. സോ P&L ശേഷം P&L അപ്രോപ്രിയേഷൻ നമ്മൾ കാണിക്കും. അപ്പോൾ P&L അപ്രോപ്രിയേഷന്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ അതിന് വരുന്ന ലാഭം എവിടെ നിന്നായിരിക്കും? തൊട്ടു മേലത്തെ സ്റ്റേജിൽ P&L നിന്ന് വരുന്ന ലാഭം P&L അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ എടുത്തെഴുതും. എന്നിട്ട് we will transfer alle record all this interest on capital, interest on drawing, salary എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റലിലേക്ക് കാണിക്കും. ബാക്കിയുള്ളത് നെറ്റ് പ്രോഫിറ്റും തന്നെയുള്ള പേരിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇതാണ് P&L അപ്രോപ്രിയേഷൻ. നമുക്കൊരു പ്രോബ്ലം വഴി അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. So therefore this is another special dealing of partnership firm alone. So therefore the partnership firm in the financial statements എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്നതാണ്? Trading and P&L appropriation account, and finally balance sheet. Yeah? So ഇത് ഒരു പുതിയൊരു കാര്യമാണ് P&L appropriation. ഇത് മാത്രമല്ല, we also will prepare partners capital account. കാരണം അതിലേക്ക് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ട്രയൽ ബാലൻസിന് ശേഷം ഈ P&L അപ്രോപ്രിയേഷൻ വഴി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു എക്സ്റ്റെൻഡഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യാറുണ്ട്. It is not actually final accounts, but
ഫൈനൽ അക്കൗണ്ട്സിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാം. റീസൺ ഇതാണ്, ട്രയൽ ബാലൻസ് വരെ നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. P&L അപ്രോപ്രിയേഷനിൽ അഡീഷണൽ കുറച്ച് ഇൻഫർമേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്, വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി എഫക്ട് ദിസ് ക്യാപിറ്റൽ പോർഷൻ. അപ്പോൾ ആ എഫക്റ്റുകൾ നമ്മൾ കാണിക്കുന്ന ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പുതിയതായിട്ട് ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യും. സോ ഇത്രയുമാണ് നോർമൽ സിറ്റുവേഷനിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. So let us take up an illustration from study material. Illustration number 2 നമ്മൾക്ക് ആദ്യം എടുക്കാം. റാം, റഹീം ആൻഡ് കരീം. അപ്പോൾ 2ഉം 3ഉം നമുക്ക് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 1 നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇവിടെ ജേർണൽ എൻട്രി ആണ് ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾക്ക് journal entry and P&L appropriation and prepare account. Our partners in a firm, they have no agreement in respect of profit sharing ratio, interest on capital, interest on loan advanced by partners, and remuneration payable to partners. In the matter of distribution of profit, they have put forward the following claims. Ram, who has contributed maximum capital, demands interest on capital at 10% per annum and share of profit in capital ratio. But Rahim and Karim do not agree. Rahim has devoted full time for running the business and demands salary at the rate of 500 per month. But Ram and Karim did not agree. Karim demands interest on loan of 2,000 advanced by him at the market rate of interest, which is 12% per annum. How shall we settle the dispute and prepare the profit and loss appropriation account after transferring 10% divisible profit to reserve? Net profit before taking into account any of the above claims amounted to 45,000 at the end of the first year of the business. അപ്പോൾ ഇതിന്റെ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല, ഇവർ തമ്മിൽ എഗ്രിമെന്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ റാമിന് ക്യാപിറ്റൽ കിട്ടാൻ പാടില്ല. രണ്ടാമത്തേത്, റെമ്യൂണറേഷനും അല്ലെങ്കിൽ സാലറിയും കൊടുക്കാൻ പാടില്ല. സോ ദെയർഫോർ റഹീം പറയുന്നത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. മൂന്നാമത്, കരീം പറയുന്നത് അയാൾ അഡ്വാൻസ് ചെയ്ത ലോണ് 2000 രൂപയുടേതിന് 12% വീതം ഇൻട്രസ്റ്റ് കിട്ടണം. പക്ഷേ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്നു ഡീഡിൽ ഇല്ലെങ്കിൽ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ, ബട്ട് ഓൺലി ടു ദ എക്സ്റ്റെന്റ് ഓഫ് 6% per annum on the loan amount of 2,000, not 12,000. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയോ അതിനെക്കുറിച്ചും ഇവർ തമ്മിലൊരു തീരുമാനമില്ലാത്ത സ്ഥിതിക്ക് ക്യാപിറ്റൽ റേഷ്യോ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈക്വലി എല്ലാവരും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യണം. സോ അതെങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ജേർണൽ എൻട്രിയും നമ്മൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യും. So illustration number 2, journal entry വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ലാഭം എത്രയായിരുന്നു എന്നാണ് പറഞ്ഞത്? 45,000. അതായത് ഈ 45,000 ആണ് P&L അപ്രോപ്രിയേഷന് മുൻപ് ഉണ്ടായിരുന്ന P&L അക്കൗണ്ടിന്റെ ബാലൻസ്. അവിടുന്ന് എങ്ങോട്ടേക്കാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആവേണ്ടത്? P&L അപ്രോപ്രിയേഷനിലേക്ക്. സോ ആദ്യമേ ആ എൻട്രി നമ്മൾക്ക് വരുന്ന 45,000 P&L അപ്രോപ്രിയേഷനിലേക്ക് ട്രാൻസ്ഫർ ആണ്. P&L appropriation account is a P&L പോലത്തെ തന്നെ ഒരു ബാലൻസ് ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് ലാഭം പോകണമെന്ന് പറഞ്ഞാൽ it should be credited to P&L appropriation and we will debit P&L account. അവിടെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ അടുത്ത ലെഡ്ജറിലേക്ക് കൊണ്ടുപോവുകയാണ്. to P&L appropriation account. Next was interest on capital കൊടുക്കാൻ പാടില്ല, സാലറി ഇല്ല, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തത്. പക്ഷെ കരീമിന് ഒരു ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കാം അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇസ് an expense for the partnership firm അല്ലെ? സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2000 കൊടുക്കുന്നത്. എക്സ്പെൻസ് ആകുമ്പോൾ എക്സ്പെൻസ് ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ ഡെബിറ്റ് ചെയ്യണം. to P&L
So interest on loan 2000 into 6%. Now interest on loan ഒരു എക്സ്പെൻസ് ആണ് അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോഫിറ്റ് കുറയണം. ഇപ്പോൾ പ്രോഫിറ്റ് എവിടെയാണ് കിടക്കുന്നത്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അപ്പോൾ എൻട്രി വിൽ ബി പി ആൻഡ് എൽ അപ്രോപ്രിയേഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 2000 rupees at 6%. 120. Two, interest on Kareem's loan. എന്നിട്ട് കരീംസ് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ കരീംസ് ലോൺ ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ ലോൺ എമൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കാണിക്കും. പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്ക് ഇതാണ് എഫക്റ്റ്. ദാറ്റ് ഈസ് വൺ എഫക്റ്റ് മാത്രമേ നമ്മൾ ജേർണൽ എൻട്രി കാണിച്ചുള്ളൂ. മറ്റേത് ഒന്നെങ്കിൽ കരീം ലോണിലേക്ക് ഡയറക്റ്റ്ലി ആഡ് ആവും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് ഒരു ലെഡ്ജറിലേക്ക് നമുക്ക് വേണമെങ്കിലും എടുക്കാം. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു ലെഡ്ജറിൽ ബാലൻസ് ഷീറ്റിലേക്ക് പൊക്കോളും. സോ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും എഴുതി. ഇനി ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബാക്കിയുള്ള പ്രോഫിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എന്നാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദാറ്റ് ദേ ആർ ട്രാൻസ്ഫറിങ് 10% ഓഫ് ദി ഡിവിസിബിൾ പ്രോഫിറ്റ് ടു റിസർവ്. റിസർവ് എന്നുള്ള ടേം നമ്മൾ ക്വിക്ക്ലി കമ്പനി അക്കൗണ്ട്സ് പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. റിസർവ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോഫിറ്റ്. പക്ഷെ മറ്റൊരു ലെഡ്ജറിലേക്ക് നിങ്ങൾ അതിനെ മാറ്റി വെക്കുന്നതിനെയാണ് റിസർവ് ചെയ്യുക എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ റിസർവ് ചെയ്ത് വെക്കുക. സോ ഇവിടെ പറയുന്നു ഈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷന്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു 10% എടുത്ത് മാറ്റി റിസർവ് ചെയ്ത് വെക്കണം എന്ന്. സോ therefore പി ആൻഡ് എൽ അപ്രോപ്രിയേഷനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യും? റിസർവ് എന്ന് പറയുന്ന ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ഇനി കമ്പനീനെ സംബന്ധിച്ചിടത്തോളം റിസർവ് എന്നുള്ളത് പല പേരിലുണ്ട്. യു ഹാവ് ക്യാപിറ്റൽ റിസർവ്, നമ്മൾ ഫോർഫീച്ചറിലും റീഇഷ്യൂലും ഒക്കെ പഠിച്ച ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ റിസർവ് ഉണ്ട്. അപ്പോൾ പൊതുവെ റിസർവ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജനറൽ റിസർവിലേക്കായിരിക്കും മാറ്റുന്നത്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഒന്നും വന്നാൽ ജനറൽ ആയിട്ട് എന്തിനു വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റുന്നത് റിസർവ് ആയിട്ട് മാറ്റുക. സോ ഒന്നെങ്കിൽ ജനറൽ റിസർവ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറുതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ റിസർവ് എന്നും എഴുതാം. ഇനി എത്ര രൂപയാണ് മാറ്റേണ്ടത്? ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 45,000 ലാഭം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 120 പോയി അല്ലേ, എക്സ്പെൻസ് വന്നിരുന്നു. അപ്പോൾ ആ 45,000-ൽ നിന്ന് 120 പോയതിനു ശേഷം ബാക്കി എമൗണ്ടിനായിരിക്കും 10%. So which means 4,488 ആയിരിക്കും റിസർവിലേക്ക് മാറ്റുന്നത്. ഇനി എന്താണ് നമ്മൾക്ക് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഉള്ളത്? ഇനി ബാക്കിയുള്ള പ്രോഫിറ്റ് മുഴുവൻ പ്രോഫിറ്റ് ആയിട്ട് തന്നെ ആർക്ക് കിട്ടാൻ പോവുകയാണ്? ഈ ഓരോ പാർട്ട്നേഴ്സിനും കിട്ടാൻ പോവുകയാണ്. സോ ദ അൾട്ടിമേറ്റ് എൻട്രി വിൽ ബി ടു ട്രാൻസ്ഫർ ദ റിമൈനിങ് ബാലൻസ് പ്രോഫിറ്റ് ടു ഈച്ച് പാർട്ട്ണർ. ആൻഡ് വേർ ഡു യു റെക്കോർഡ് ഇറ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം? ഈ ഓരോ പ്രോഫിറ്റും ഓരോരുത്തരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേമിൽ ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുവാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഉള്ളത് കാരണം ഓരോ പാർട്ട്ണറുടെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് അവരവരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് റാം, റഹീം ആൻഡ് കരീം ഉണ്ട് അല്ലേ. സോ ടു റാംസ് ക്യാപിറ്റൽ, ടു റഹീംസ് ക്യാപിറ്റൽ, and finally to Kareem's capital. അപ്പോൾ എത്രയാണ് ഇനി ബാക്കിയുള്ള ലാഭം എന്ന് പറയുന്നത്? 45,000-ൽ നിന്ന് 120 നമ്മൾ മാറ്റി, 4,488 നമ്മൾ റിസർവ് എന്ന് പറഞ്ഞ് മറ്റൊരു ലെഡ്ജറിലേക്ക് മാറ്റി. അപ്പോൾ ഫ്രീലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എത്ര ലാഭം നമ്മൾക്ക് ഇനി ബാക്കിയുള്ളൂ? ബാക്കി എമൗണ്ട് 45,000 minus 120 minus 4,480. You have only 40,392 ബാലൻസ് ഇൻ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ എമൗണ്ട് ആണ് നമ്മൾ 3 പേർക്കും സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പാർട്ട്ണർഷിപ്പ് റേഷ്യോ എന്തായിരിക്കണം? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അതായത് എല്ലാവർക്കും സെയിം എമൗണ്ട് കിട്ടണം. സോ വി ക്യാൻ സേ their profit sharing ratio is going to be 1:1:1. എല്ലാവർക്കും തുല്യമായിട്ട്. സോ 13,464 വെച്ച് ഓരോരുത്തർക്കും കിട്ടും.
അപ്പം നോക്കിയേ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആണ് പോകുന്നത്. അതായത് നമ്മൾ സോൾ പ്രൊപ്രൈറ്ററി ചെയ്യുന്ന പോലെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. ക്യാപിറ്റലിന് പൊതുവേ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ ക്യാപിറ്റലിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ലെഡ്ജർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യാവുന്നത്. ഈ ലെഡ്ജറിന്റെ ജേർണൽ എൻട്രീസിന്റെ പ്രസന്റേഷൻ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ബൈ നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ട്രേഡിംഗിൽ നിന്ന് പി ആൻഡ് എല്ലിലേക്ക് എടുക്കുന്നത് പോലെ പി ആൻഡ് എല്ലിൽ നിന്ന് പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്ക് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 45,000. ഡെബിറ്റ് ചെയ്യുക ടു ഇൻട്രസ്റ്റ് ഓൺ കരീംസ് ലോൺ. വീണ്ടും കമ്പ്യൂട്ടേഷൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാത്രം ചോദിച്ചു ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇവിടെ കാണിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ടു റിസർവ്സ്, അത് നമ്മൾ ജേർണൽ എൻട്രിയിൽ കമ്പ്യൂട്ട് ചെയ്താണ് 4488. Then to capital account എന്നായിരിക്കും നമ്മൾ കാണിക്കുക. To partners capital. What is that? Profit transfer. Balancing figure. അല്ലെങ്കിൽ to net profit ബ്രാക്കറ്റിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കാണിച്ചിട്ട് റാംസ് ക്യാപിറ്റൽ അങ്ങനെ കാണിച്ചാലും മതി. റഹീംസ് കരീംസ് ക്യാപിറ്റൽ. യു ക്യാൻ ഐദർ ഷോ ഓൾ ദി എമൗണ്ട് ഇൻ ഇന്നർ കോളം എന്നിട്ട് ടോട്ടൽ ഔട്ടർ കോളത്തിൽ എഴുതും. എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യും. വിത്ത് ദാറ്റ് വി വിൽ ക്ലോസ് ദിസ് ഇൻ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത്രയുമാണ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ്. നമുക്കും അത് തന്നെ എഴുതി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ തന്നെ എഴുതി. സോ ബാലൻസ് ഷീറ്റിൽ ഈ 2-3 ഐറ്റംസിന്റെ കാര്യം മാത്രം നമുക്ക് പറയാം. കാരണം ഫുൾ എമൗണ്ട് നമ്മളുടെ കയ്യിലില്ല. ബാലൻസ് എമൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് റാം, റഹീം, കരീം നമ്മൾ കാണിക്കും. അതിൻ്റെ താഴെ റിസർവ്സ് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ വരും. കാരണം നമ്മൾ റിസർവിലേക്ക് മാറ്റി വെച്ചു. അത് 4488 എന്ന് പറഞ്ഞ് ലയബിലിറ്റീസിന്റെ കൂടുതൽ കാണിക്കും. അതിനോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ കരീംസ് ലോൺ ഉണ്ടെങ്കിൽ അത് ഡയറക്ട്ലി കരീം ലോണിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ്ലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 120 കാണിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾറെഡി ഇവർക്കുണ്ടായിരുന്ന ക്യാപിറ്റൽ ബാലൻസിലേക്ക് ഈ പ്രോഫിറ്റ് ആഡ് ആയിക്കൊണ്ടുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിക്കും. സോ അങ്ങനെയായിരിക്കും നമ്മുടെ ഈ ലെഡ്ജർ ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ക്ലിയർ ആയി എന്നുള്ളത്. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് പല പല പേരുകളാക്കി മാറ്റി വെക്കുന്നതാണ്. ആൻഡ് മറ്റൊരു രീതിയിലും കൂടെ മനസ്സിലാക്കാം. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ജനറലി വരുന്നത് അപ്രോപ്രിയേഷൻസും പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ഡ്യൂ എമൗണ്ട്സുകളുമാണ്. അപ്രോപ്രിയേഷൻ ഡയറക്റ്റ്ലി ഉദ്ദേശിച്ചത് ഇതുപോലെ റിസർവിലേക്ക് മാറ്റി വെക്കുന്ന എന്തെങ്കിലും എമൗണ്ടും പിന്നെ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട കാര്യങ്ങളും ചെലവുകളും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡീഷണലി കിട്ടേണ്ട ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലേക്ക് വരും. So with that we complete illustration number 2. So illustration number 1 you can try on your own. ഇത് വെച്ചിട്ട് illustration number 3 നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാം. A and B start business on 1st January 2016 with capitals of 30,000 and 20,000. According to the partnership deal, B is entitled to a salary of 500 per month and interest is to be allowed on opening capitals at 6% per annum. The remaining profits are to be distributed among the partners in ratio 5:3. During 2016, the firm earned a profit before charging salary to B and interest on capital 25,000. During the year, A withdrew drawings 8,000 and 10,000 for domestic purposes. So, prepare profit and loss appropriation account എങ്ങനെ കാണിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. P and L appropriation account.
ഓൾറെഡി P&L ൽ നിന്ന് വന്ന പ്രോഫിറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബൈ നെറ്റ് പ്രോഫിറ്റ് brought down 25,000 rupees. ഇനി അത് കഴിഞ്ഞിട്ട് ബിക്ക് സാലറി കൊടുക്കണം 500 രൂപ പെർ മന്ത് വെച്ചിട്ട്. അപ്പോൾ therefore 500 into 12 months. ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? ബിക്കാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ബിക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുത്തു വിടാൻ പോകുന്ന എല്ലാ പേയ്മെന്റ്സുകളും നമ്മൾ എങ്ങോട്ടേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ടു ദർ ക്യാപിറ്റൽസ്. എന്നിട്ട് നമ്മൾ അതിന്റെ റീസൺ മാത്രമാണ് എഴുതാൻ പോകുന്നത്. സോ therefore ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ റീസൺ കാണിക്കും സാലറി 500 into 12 which is going to be 6,000 rupees. Then interest on opening capital 6% per annum തരുന്നത്. രണ്ടുപേർക്കും 30,000 ഉം 20,000 ഉണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. അതും നമ്മളുടെ ലാഭം കുറയ്ക്കുകയാണ്. ഫേമിന്റെ ലാഭം ആസ് സച്ച് നോക്കുകയാണെങ്കിൽ കുറയ്ക്കുകയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി പാർട്ട്നേഴ്സിന് ഇതെല്ലാം കിട്ടാൻ പോകുന്ന എമൗണ്ട് ആണ്. സോ sorry capital, partners capital account, ബ്രാക്കറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതി ഞാൻ കോളം ഇട്ടിട്ട് ഓരോ ആൾക്കാരുടെ പേരും സെപ്പറേറ്റ് ചെയ്തു. 30,000 എത്രയാണ്? 6% and 20%. 6% എന്ന് പറയുമ്പോൾ 1,800 and B was 20,000 into 6%. Opening balance in the 6%. So 1,800 and 1,200, 3,000. അതൊന്നെങ്കിൽ ഇത് സെപ്പറേറ്റ്ലി എയുടെ ക്യാപിറ്റലിലേക്ക് ഇത്ര, ബിയുടെ ക്യാപിറ്റലിലേക്ക് ഇത്ര വേണം. ഇവിടെ കോളൻ ഇട്ട് എഴുതിയേക്കുന്നതാണ്. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് എയുടെ ക്യാപിറ്റലിലേക്ക് മാത്രം 1,800 ബിയുടെ 1,200 ആണ്. പ്രസന്റേഷൻ നമ്മൾക്ക് രണ്ട് രീതിയിൽ ചെയ്യും. ഇവിടെ ഞാൻ കളക്റ്റീവ്ലി എഴുതിയിരിക്കുന്നതാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ രണ്ടായിട്ടാണ് കാണിച്ചത്. ദാറ്റ് ഇസ് സ്റ്റിൽ ഫൈൻ. ഇത്രയും ഉള്ളൂ. ഇതിന് ശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റ് എല്ലാം ഇവർ രണ്ടുപേരും 5:3 ഷെയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങോട്ടേക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യും? ടു ഷെയർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ബാലൻസിംഗ് ഫിഗർ A's capital and B's capital. എത്രയുണ്ട് ലാഭം? 25,000 നിന്ന് ഈ രണ്ട് എമൗണ്ട് പോകണം അല്ലേ? 25,000 നിന്ന് 9,000 rupees പോയാൽ ബാക്കി എത്രയുണ്ട്? 16,000 ആണ് മുഴുവൻ ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ 16,000 ആണ് രണ്ടുപേർക്കും 5:3 റേഷ്യോയിൽ കിട്ടുന്നത്. അതായത് 5:3 എന്ന് ആ റേഷ്യോ എപ്പോഴും പറയുന്നത് പാർട്ട്നേഴ്സിന്റെ പേര് പറയുന്ന അതേ ഓർഡറിൽ വേണം നമ്മൾ എടുക്കാൻ. A and B എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് അല്ലേ? എന്നിട്ട് 5:3 എന്ന് തരുമ്പോൾ വിച്ച് മീൻസ് എക്ക് 5ഉം ബിക്ക് 3ഉം ആണ് കിട്ടേണ്ടത്. ഓർഡറും ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ therefore 5:3 ആണെങ്കിൽ വിച്ച് മീൻസ് ടോട്ടൽ 8 ഷെയറിന്റെ 5 ഷെയർ എക്ക് കിട്ടണം, ടോട്ടൽ 8 ഷെയറിന്റെ 3 ഷെയർ ബിക്കും കിട്ടണം. സോ therefore 16,000 into 5/8 it is 10,000 rupees and 6,000 rupees. അങ്ങനെ 16,000 ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കൊടുത്തു കഴിയുമ്പോൾ 25,000 എന്ന് പറഞ്ഞ് നമ്മളുടെ ലെഡ്ജർ P&L അപ്രോപ്രിയേഷൻ ക്ലോസ് ആകും. ഇനി നമ്മൾക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ ഇതിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സെപ്പറേറ്റ് ലെഡ്ജേഴ്സ് ആയിട്ടും ചെയ്യാം. എന്നാൽ ഈസ് ഓഫ് വർക്കിന് വേണ്ടി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ ഒറ്റൊരു കോമൺ ലെഡ്ജർ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നിട്ട് മൾട്ടിപ്പിൾ കോളംസ് ഇടും. എമൗണ്ട് കോളത്തിൽ മൾട്ടിപ്പിൾ കോളംസ് യൂസ് ചെയ്യും. ആൻഡ് മൾട്ടിപ്പിൾ കോളം എമൗണ്ട് കോളത്തിൽ സാധാരണ നമ്മൾ റുപ്പീസ് എന്ന് എഴുതുമെങ്കിലും ഇവിടെ നമ്മൾ എയും ബിയും എന്നാണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ പേരുകളാണ് എഴുതുന്നത്. അതായത് ഇറ്റ് ഈസ് ഗോയിങ് ടു റെപ്രസെന്റ് മണി റുപ്പീസിൽ തന്നെ, പക്ഷെ ആരുടെ റുപ്പീസ്? എയുടെ ആൻഡ് ബിയുടെ. അതേപോലെ തന്നെ ക്രെഡിറ്റ്സ് ആണ്. ഇതാണ് കുറച്ചും കൂടെ ഈസി, പെട്ടെന്ന് തോന്നും. ഇല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ലെഡ്ജർ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇനി സ്റ്റഡി മെറ്റീരിയൽ അതും രണ്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനൊക്കെ വേണ്ടിയാണ്. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് വി പ്രിപ്പയർ ഇറ്റ് ടുഗെദർ. അപ്പോൾ നമ്മളുടെ അത്രയും സമയം നമ്മൾക്ക് ലാഭിക്കാം. സോ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇവിടെ ഡ്രോയിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഡ്രോയിങ്സ് നമ്മൾ P&L appropriation adjust ചെയ്യും. Drawings we never adjust in P&L appropriation. പക്ഷെ ഡ്രോയിങ്സിന്മേലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ that will get adjusted in your
P&L appropriation, interest on drawings. അപ്പോൾ ഡ്രോയിങ്സിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡ്രോയിങ്സ് ഒരു സെപ്പറേറ്റ് ലെഡ്ജർ നമ്മൾ ഓപ്പൺ ചെയ്ത് ഡെബിറ്റ് ചെയ്യും. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ പോവാണ് അല്ലേ. അപ്പോൾ ഡ്രോയിങ്സിന് ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. അറ്റ് ദ ഇയർ എൻഡ് ഈ ഡ്രോയിങ്സിനെ നമ്മൾ സോൾ പ്രൊപ്രൈറ്ററി ബിസിനസിന്റെ കേസിൽ എന്താണ് ചെയ്യുന്നത്? We adjusted to the capital. Same thing we will do for a partnership firm also. ഏതൊക്കെ പാർട്ട്ണർ ആണോ വിഡ്രോ ചെയ്തത് അവരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഈ ഡ്രോയിങ്സിനെ അൾട്ടിമേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ മാത്രം P&L അപ്രോപ്രിയേഷനിലേക്ക് വരിക. ഡ്രോയിങ്സ് മാത്രം ആണെങ്കിൽ that will only be affected in partners capital. Interest on drawings P&L appropriation ബാധിക്കും, partners capital അക്കൗണ്ടിനെ ബാധിക്കും. പക്ഷേ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ലെഡ്ജർ will only affect capital account because interest on drawings ഒരു റവന്യൂ നേച്ചറിലുള്ളൊരു ഐറ്റമാണ്. എന്നാൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നതോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയതാണ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഓൺലി എഫക്റ്റിംഗ് ദ ബാലൻസ് ഷീറ്റ് ഐറ്റം ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാങ്ക് ബാലൻസ്. അതുകൊണ്ട് അതിനെ നമ്മൾ P&L അപ്രോപ്രിയേഷനിലേക്ക് എടുക്കുന്നത്. Now entries എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസിൽ 30,000 20,000 ഉണ്ടെന്നാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. സോ therefore by balance brought down, എക്ക് 30,000 ഉണ്ടായിരുന്നു, ബിക്ക് 20,000. രണ്ടുപേരുടെ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക, ഒരുമിച്ച് എഴുതുന്നത്. കാരണം ഇനി ഇത് കൺഫ്യൂഷൻ ആണ് തോന്നുകയാണെങ്കിൽ ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന പോലെ സെപ്പറേറ്റ് ചെയ്തോളൂ. Then we have P&L അപ്രോപ്രിയേഷനിൽ നിന്ന് മാറ്റിയ ഈ അമൗണ്ട്സ് ബി ക്യാപിറ്റലിനെ എന്താണ് ചെയ്യുന്നത്? P&L അപ്രോപ്രിയേഷന് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിയുടെ ക്യാപിറ്റലിനെയോ ക്രെഡിറ്റ് ചെയ്യണം. സോ therefore ഡേറ്റ് നമ്മൾക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് അവസാനത്തെ ഡേറ്റ് ആയിട്ട് എടുക്കാം 31/12/2016 by P&L അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേഷൻ നമ്മൾ APP എന്ന് ഷോർട്ട് ഫോം എഴുതും, അതാണ് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ റീസൺ കൊടുക്കുക സാലറി. എന്നിട്ട് ആരുടെ കോളത്തിൽ മാത്രം എമൗണ്ട് എഴുതുക, ആർക്കാണ് സാലറി എഴുതുന്നത്? ബിക്ക്. സെയിം വേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എക്ക് 1,800 ആൻഡ് ബിക്ക് 1,200. സെയിം ഡേയിൽ തന്നെ again we will write by P&L appropriation interest on capital 1,800 and 1,200. So which means ഈ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വന്നിരിക്കുന്നതൊക്കെ P&L അപ്രോപ്രിയേഷനിൽ എൻ്റെ പ്രോഫിറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ വരാൻ പോകുന്നതിൻ്റെ ക്യാപിറ്റലിനെയും അഫക്റ്റ് ചെയ്യും. സോ ഇത് രണ്ടും റെക്കോർഡ് ചെയ്തു. ഇനി P&L അപ്രോപ്രിയേഷനിൽ വരാൻ പാടില്ലാത്ത ഒരു ലൈൻ ഐറ്റം അല്ലെ വരുന്നില്ലാത്ത ഒരു ലൈൻ ഐറ്റം അല്ലെങ്കിൽ എക്സ്പെൻസും കൂടെ വിഡ്രോവലും കൂടി ഉണ്ടായിരുന്നു. ഡ്രോയിങ്സ് 8,000 10,000. That you will show as an adjustment to partners capital. Now already നമ്മൾ പറഞ്ഞു so drawings എന്നാണ് നമ്മൾക്ക് അറിയില്ല. So I am going to assume last day എന്ന് assume ചെയ്യാണ്. ബാങ്ക് വഴിയായിരിക്കും ഈ പേയ്മെന്റ് പോയിരുന്നത് അല്ലെ ക്യാഷ്. നമ്മൾ ബാങ്ക് എന്ന് assume ചെയ്തിട്ട് ബാങ്ക് 8,000 എടുത്തോണ്ട് പോയി ഡ്രോയിങ്സ് എന്ന് എഴുതിയാൽ മതി. ബിക്കോസ് ഡ്രോയിങ്സിൻ്റെ ഓൾറെഡി എൻട്രി എഴുതിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ന് എഴുതി ബ്രാക്കറ്റിൽ ഡ്രോയിങ്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ട് എൻട്രി വന്നതാണ്, ഡ്രോയിങ്സ് ടു ബാങ്കും ദെൻ ക്യാപിറ്റൽ ടു ഡ്രോയിങ്സ് എന്നും ഒരു എൻട്രി വന്നതാണ്. ഡയറക്ട്ലി ടു ബാങ്ക് എന്ന് എഴുതി ബ്രാക്കറ്റിൽ ഡ്രോയിങ്സ് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഡ്രോയിങ്സ് എന്ന ലെഡ്ജർ ഉപയോഗിക്കാതെ ഡയറക്ട്ലി ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. സോ 8,000 and 10,000. സോ P&L അപ്രോപ്രിയേഷനിൽ നിന്ന് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഷെയർ ഓഫ് പ്രോഫിറ്റ് വെച്ചു. ഷെയർ ഓഫ് പ്രോഫിറ്റ് അവർക്ക് തന്നെ കിട്ടണം അല്ലേ. സോ 10,000 and 6,000. So ultimately we will show by P&L appropriation share of profit, which is 10,000 and 6,000. Now we will balance these ledgers. We balance the involved 40,000 plus 1,800. You will get a closing balance of to balance carried down the closing balance A ki kittum 33,800 and B ki kittum
23,200. അപ്പോൾ ഈ രണ്ട് അമൗണ്ട്സ് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ആയിട്ട് പോകുന്നത്. ആൻഡ് ഈ അമൗണ്ട്സിൽ ഓൾറെഡി പ്രോഫിറ്റിന്റെ എഫക്റ്റും ബാക്കി ഇവർക്ക് കിട്ടേണ്ട റെമ്യൂണറേഷൻ്റെ എല്ലാത്തിൻ്റെയും അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ഡ്രോയിങ്സ് എന്ന് പറയുന്നതും ഔട്ട് ഓഫ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഒന്ന് ക്യാപിറ്റലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊന്ന് എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? ബാങ്കിലേക്ക് പോയിട്ടുണ്ട്, അതായത് ബാലൻസ് ഷീറ്റിലേക്ക് പോയിട്ടുണ്ട്. So with this we will complete this question as to how to present this partners capital. അപ്പോൾ ഇതാണ് തിയറിറ്റിക്കലി നമ്മൾ പറഞ്ഞ ബാലൻസ് ഷീറ്റ് P&L ഒക്കെ കൂടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലും പ്രസന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് ഒന്നും വരാത്ത കുറെ ലൈൻ ഐറ്റംസ്, കുറെ ബാലൻസസ് കാണും. അതിലേക്ക് ഈ P&L അപ്രോപ്രിയേഷൻ വഴിയും ഡ്രോയിങ്സ് ആയിട്ട് വരുന്ന അഡീഷണൽ എൻട്രിയും ഷെയർ ഓഫ് പ്രോഫിറ്റും എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തോളൂ. അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നത്. 33,800 and 23,200 അത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. That will go to my balance sheet. Yeah. So now we have another concept. Now that we have understood how to present all this, we have another concept which is an extension of partners capital എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ എക്സ്റ്റൻഷൻ ആണ്. that capital account prepare ചെയ്യുമ്പോൾ, partners capital account prepare ചെയ്യുമ്പോൾ we have two methods that we can follow. One is fixed capital method and other is fluctuating capital method. Now what we have just now done in question number 3 and 4 അതാണ് ആ ഒരു presentation of capital ആണ്. If it is a fluctuating capital method, it is nothing but fluctuating capital നമ്മുടെ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അയാൾ തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന എമൗണ്ട് എത്രയായിരുന്നു? 30,000, 20,000. പക്ഷെ വർഷം തീർന്നപ്പോൾ അയാളുടെ ക്യാപിറ്റൽ എത്രയായി മാറി? 33,800 and 23,200, which means fluctuating capital അയാളുടെ ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടൊക്കെയാണ് ഇയാളുടെ ക്യാപിറ്റൽ മാറുന്നത്? അയാൾ വിഡ്രോ ചെയ്യുന്നു, അഡീഷണൽ കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, അയാൾക്ക് സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലുള്ള ബെനിഫിറ്റ്സ് വരുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ് വരുന്നു. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ആണ്. എന്നിട്ടൊരു ബാലൻസിങ് ഫിഗർ ആണ് ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ക്യാപിറ്റലിലേക്ക് ഈ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നടത്തി റിവൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കുന്ന ഫോർമാറ്റ് ആണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. Yeah, this is what is generally done. ഒറ്റ അക്കൗണ്ട് അപ്പോൾ കാണുകയുള്ളൂ, ഈ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ, which is nothing but partners capital account. But if it is a fixed capital method following firm, they will have two accounts. They will have partners capital account and also partners current account. And partners capital account-il ആകെപ്പാടെ കാണാൻ പോകുന്നത് only those initial capitals. Generally initial capital contributions by the partners are credited to partners capital account. മറ്റൊന്നും അങ്ങോട്ടേക്ക് വരില്ല. അതായത് നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ സാലറി ആയിക്കോട്ടെ, ഡ്രോയിങ്സ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ ഈ ഫിക്സഡ് ക്യാപിറ്റലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരില്ല. അവിടെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കണം. തുടങ്ങിയത് 30,000 വെച്ചിട്ടാണെങ്കിൽ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം 30,000 തന്നെ ആയിരിക്കും, അൺലെസ് എഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും മാറ്റം പിന്നീട് വരുത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ does that mean they do not have any share of profit or salary or interest? No, they will have all those things, but they will not record it in the capital account. That should be a fixed amount. It should not change. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്ന എൻട്രി എല്ലാം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? Will be recorded in another ledger called partners current account, which will have the same features of a partners capital account. Partners capital account-il നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ partners current account-ൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എവിടെയൊക്കെ ചെയ്യും? ഡെബിറ്റ് ചെയ്യേണ്ടടുത്തും ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു അഡീഷണൽ ലെഡ്ജറും കൂടെ ഉപയോഗിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ രണ്ട് ബാലൻസസ് കാണും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ
ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഹെഡ് കാണും, എന്നിട്ട് പാർട്ട്നേഴ്സിന്റെ പേരുകൾ കാണും. അതേപോലെ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു ഹെഡ് കാണും, പാർട്ട്നേഴ്സിന്റെ പേരുകൾ കാണും. അപ്പം ഈ രണ്ട് ഹെഡിലും അല്ലെങ്കിൽ ലെഡ്ജേഴ്സിലുമുള്ള ക്യുമുലേറ്റീവ് ബാലൻസ് ആണ് എയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എമൗണ്ട് ഒരിക്കലും മാറില്ല, അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. മാറ്റങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കറണ്ട് അക്കൗണ്ട് വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാനെല്ലാം ഒറ്റ ലെഡ്ജറോട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അതിങ്ങനെ മാറി പറഞ്ഞുകൊണ്ട് ഇരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾക്ക് ഒന്ന് വേണമെങ്കിൽ ആലോചിക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇഫ് ദേ ഹാഡ് ഫോളോഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ആയ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾക്കൊന്ന് നോക്കാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്, you will have two accounts. First of all, partners capital account എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് കാണും. ആൻഡ് അതിന് എ ആൻഡ് ബി, അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കാണുകയുള്ളൂ എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അത് 30,000 20,000 ആണെന്ന് അസ്യൂം ചെയ്യാണ്, വേറെ എമൗണ്ട്സ് ഒന്നും ഇല്ല. സോ ഇത് അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിൽ ഓരോ എൻട്രി എഴുതുമ്പോൾ ക്യാപിറ്റലിൽ കൂടുകയാണ് വേണ്ടത് അല്ലേ. പക്ഷെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മളിവിടെ ക്യാപിറ്റൽ നല്ല എഴുതാൻ പോകുന്നത്, പകരം നമ്മൾ ഇവരുടെയൊക്കെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യും. Everywhere, wherever you have used capital account, because capital account shouldn't get changed, it should be fixed. അപ്പോൾ ഇതിനോടൊപ്പം ഇവർക്ക് ഒരു ലെഡ്ജറും കൂടെ കാണും, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. നൗ ഐഡിയൽ സിറ്റുവേഷൻ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലാത്തത് കാരണം ഇവർക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. നമ്മൾക്ക് ഈ വർഷത്തെ എൻട്രീസ് മാത്രം ഒന്ന് റെക്കോർഡ് ചെയ്ത് മനസ്സിലാക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. സോ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? അപ്രോപ്രിയേഷൻ വന്നത് ബിയുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഒരു ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ എല്ലാം കറണ്ട് അക്കൗണ്ട് ആക്കി മാറ്റും. സോ ബിയുടെ കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് വരുന്നു. സോ ദാറ്റ്ഫോർ ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ, എന്നിട്ട് ബ്രാക്കറ്റ് നമ്മൾ സാലറി 6,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,800 1,200. ഇനി ഡ്രോയിങ്സും ഫിക്സഡ് ക്യാപിറ്റൽ ആണെന്ന് മാറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വി വിൽ റെക്കോർഡ് ഹിയർ. 2 drawings 8,000 and 10,000. And finally you have the share of profit by P&L appropriation. Share of profit 10,000 and 6,000. Now you will tally this ledger. 6,000, 6,000, 12,000, 13,200. The debit is 10,000. That means closing balance is balance carried on. Balance figure 3,200. If we have 10,800 on the 8,000, which means 2,800. ഇങ്ങനെയായിരിക്കും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെപ്പാടി ക്ലോസിംഗ് ബാലൻസ് ഉള്ളൂ, അത് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉള്ളൂ, അത് തന്നെ ഉപയോഗിച്ച് നമ്മൾ ലെഡ്ജർ ക്ലോസ് 30,000 and 20,000. How will you present this fixed capital മെത്തേഡിൽ ഫോളോ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എ ആൻഡ് ബി, എക്ക് 30,000, ബിക്ക് 20,000. കറണ്ട് അക്കൗണ്ട് എ ആൻഡ് ബി, എക്ക് കറണ്ട് അക്കൗണ്ട് 2,800, 3,200. ഇനി അത് പ്രീവിയസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വഴി നമ്മൾ സാധാരണ ചെയ്ത ബാലൻസ് ഷീറ്റിന്റെ കാണിച്ച്, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ്ലി നോക്കിയാലും മതി. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് എത്രയായിരുന്നു? 33,800. ഇത് 11,800 ആണ്. സോറി, 3,800 ആണ്. 11,800 minus 8,000 is 3,800. So 3,800. So balance നമ്മുടെ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ ടോട്ടൽ ക്യാപിറ്റലിന്റെ ബാലൻസ് കിട്ടിയത് 33,800.
ഇവിടെയോ ക്യാപിറ്റലിന് 30,000 കറണ്ട് അക്കൗണ്ടിന് 3,008 രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടും 33,800. ബിയുടെ കേസ് നോക്കാം. ഇവിടെ ഡയറക്ട്ലി ഒറ്റ ഒരു ലെഡ്ജറിൽ 23,200 ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിലോ 20,000 ക്യാപിറ്റലും 3,200 കറണ്ട് സം എടുത്താൽ 23,200. അപ്പോൾ സെയിം ബാലൻസ് തന്നെയാണ് കിട്ടുന്നത്, രണ്ട് ലെഡ്ജറിലായിട്ട് ആണെന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും കമ്പ്യൂട്ടേഷനെ കുറിച്ച് പറയുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ജനറലി നമ്മൾ എത്ര നാളാണോ ക്യാപിറ്റൽ ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ബേസിസിലായിരിക്കും കിട്ടുന്നത്. മീനിങ് ടു സേ, ഇഫ് ഇമാജിൻ the person has invested 30,000 on 1/1/2016 ജനുവരി ടു ഡിസംബർ വർഷമാണെന്ന് വിചാരിക്കാം. 30,000 ഒന്നിന് ഇൻവെസ്റ്റ് ചെയ്തു. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആ ക്യാപിറ്റൽ 31 ഡിസംബർ വരെ ഹോൾഡ് ചെയ്തു എന്ന് വെക്കാം. 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി 30,000 into 10%. ഒരു വർഷം ഫുള്ള് ഹോൾഡ് ചെയ്തു, അപ്പം മുഴുവനും നമ്മൾ കൊടുക്കും അല്ലെ 3,000 rupees. Now what if 30,000 ആണ് അയാൾ 1/1/2016 ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ 31 ഒക്ടോബർ 2016 അയാൾ അഡീഷണൽ ഒരു 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അഡീഷണൽ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? 30,000 രൂപ അയാൾ ഫുള്ള് വർഷം ജനുവരി 1 തൊട്ട് ഡിസംബർ വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അയാൾ ഒരു 10,000 ഇടയ്ക്ക് വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ ആ 10,000-ന് 10% ഫുള്ള് വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ പാടുണ്ടോ? ഇല്ല. That was invested in the business in year 2016 only for November and December, 2 months. So interest കൊടുക്കേണ്ടത് 2 months-ന് ആയിരിക്കും. So therefore 3,000 plus 167, അതായത് 3,167. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇതേ രീതിയിൽ തന്നെ നമ്മൾ എടുക്കാം. ഡ്രോ അയാൾ ചെയ്യുന്നത് 1/1/2016 എന്ന് വരെ ആ ഡ്രോയിങ്സ് ആയിട്ട് തന്നെ അയാളുടെ ബുക്സിലുണ്ട്. അവസാനം വരെ അങ്ങനെ തന്നെയാണെങ്കിൽ ആ ഫുള്ള് വർഷത്തേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. 10,000 വിഡ്രോവൽ ആണ് നടന്നതെന്ന് വെക്കാം 31/10/2016. If it was withdrawal, how will you compute the interest rate? Entire 30,000-ഉം 10% വെച്ചിട്ട് ഫുള്ള് വർഷവും കിട്ടിയോ? ഇല്ല. 30,000 ജനുവരി 1 ഉണ്ടായിരുന്നു, ഒക്ടോബർ 31 10,000 തിരിച്ചെടുത്തു. അതായത് ഐഡിയലി സ്പീക്കിംഗ് എൻറ്റയർ ഇയറിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റൽ ഏത് മാത്രമാണ്? 20,000 ഉള്ളൂ 10% ഫുൾ ഇയർ അല്ലേ. ബാക്കി 10,000 അഡീഷണൽ 10,000 ആയിട്ടുള്ള ആ എമൗണ്ട് എന്ന് തൊട്ടേ ഉള്ളായിരുന്നു? ജനുവരി 1 തൊട്ട് 31 ഒക്ടോബർ വരെ ഉള്ളൂ. അതായത് 10 മാസമുള്ളൂ. 2 മാസം അയാളതിനെ വിഡ്രോ ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും സച്ച് എ കേസ്? ഇതൊക്കെ ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിക്കുക. എത്ര നാള് ഈ എമൗണ്ട് എൻ്റെ ബിസിനസ്സിലുണ്ടായിരുന്നു? സോറി, 2,000 പ്ലസ് 10%. 2,833. ഈ ലോജിക്കൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. From the day this was there in the business till the end of the year, or till how long this amount was in the business എന്നുള്ള രീതിയിൽ as capital or as drawings. അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്താൽ മതി. ഇനി ഫുൾ പ്രോഫിറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പ്രോഫിറ്റ് സഫീഷ്യൻ്റ് അല്ലാന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് ബൈഫിക്കേറ്റ് ചെയ്ത് രണ്ടുപേർക്കും കൊടുക്കുക. A proportion in the ratio of capital as partners get profit by way of interest on capital. A capital ratio il thanne split ചെയ്ത് കൊടുക്കുക. Another way of finding out same interest on capital or interest on drawings is through something called product method. By product method, and this product method നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അക്കൗണ്ട് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. By product method.
എന്തായിരുന്നു ബൈ പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ അവിടെ എല്ലാം ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? സെയിം ലോജിക് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. സോ ദെൻ വാട്ട് ഈസ് ദ ലോജിക്? ഫസ്റ്റ് റൈറ്റ് ദ ക്യാപിറ്റൽസ് അല്ലെ drawings as the case may be ഓരോ സ്റ്റേജിൽ, and record the months or days of period or year വരില്ല, months or days ആയിരിക്കും സാധാരണ വരുന്നത്, കാരണം ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. Then second column will be for the months or days through which this capital was there in the business. നമ്മൾ പറഞ്ഞു 30,000 ഏറ്റവും ആദ്യത്തെ എത്ര മാസം ഉണ്ടായിരുന്നു? 12 മാസവും ബിസിനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അഡീഷണൽ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ അവസാനത്തെ 2 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര മാസങ്ങളിൽ ഈ ബിസിനസ്സിൽ ഈ എമൗണ്ടുകൾ ഉണ്ടായിരുന്നു അത് റെക്കോർഡ് ചെയ്യാൻ. ഫൈനലി പ്രോഡക്റ്റ് വിൽ ബി the product of these two columns, 30,000 into 12, that is going to be 3,60,000 and 20,000. Give the total 3,80,000. Clear? And then 3,80,000 വരെ നമ്മൾ ആ പ്രോഡക്റ്റ് ബേസിൽ എഴുതി കഴിഞ്ഞാൽ then your next step is to compute the interest on capital. How? Interest on capital will be 3,80,000 into rate of interest 10% into 1/12. Product method നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ എടുത്ത സെയിം ഫോർമുല. ഇവിടെ അതിനകത്ത് കണ്ടന്റ് വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. സോ 38,000 into 10% divided by 12, 360. Sorry, it was 3,80,000. 3,80,000 into 10% divided by 12. It was 3,167. ആദ്യത്തെ കേസിൽ നമ്മൾക്കും അത് തന്നെയാണ് കിട്ടിയത്. ഇതിപ്പോൾ ഞാൻ ഡ്രോയിങ്സ് ആയിട്ട് മാറ്റിയിരുന്നു. ഇനി അതും വേണമെങ്കിൽ നമ്മൾക്ക് ചെയ്യാം. ഡ്രോയിങ്സ് ആയിട്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറഞ്ഞു പോയാൽ വാട്ട് വിൽ ബി എ കമ്പ്യൂട്ടേഷൻ? 20,000 മാത്രമായിരുന്നു 12 മാസത്തേക്ക് ബിസിനസ്സിലുണ്ട്. ആൻഡ് 10,000 ജനുവരി 1 തൊട്ട് 10 മാസമായിരുന്നു ബിസിനസ്സിലുണ്ട്. Therefore, it is going to be 2,40,000 and 1 lakh. That is 3,40,000. 2,833.33. അതിൻ്റെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2,833 നമുക്ക് കിട്ടും. സെയിം ലോജിക്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കണ്ട് പിടിക്കാം ബൈ പ്രോഡക്റ്റ് മെത്തേഡ്. ഇനി അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. പ്രോഡക്റ്റ് മെത്തേഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ലോജിക്കലി ഓരോ ഫോമിലെയും നമ്മൾക്ക് എടുക്കാം. 20,000 എത്ര നാളുണ്ടായിരുന്നു? 10 മാസം. അപ്പോൾ 10% into 12/12 എഴുതുന്നതിന് പകരം 20% കൊണ്ട് നിർത്തുകയാണ്. 10,000 എത്ര നാളുണ്ടായിരുന്നു? 10 മാസം. സോ 10% ഒക്കെ നമ്മൾക്ക് തരുന്നത് പെർ ആനുമാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് ഫോർ 12 months. നമ്മൾക്ക് വേണ്ടത് 10 മാസത്തെ ആണെങ്കിൽ 10/12. അങ്ങനെ കമ്പ്യൂട്ടേഷൻസ് നടക്കും. സെയിം വേ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൾസോ. സോ ഡു ഗിവ് ദാറ്റ് എ try. Next is something called capital ratio. Capital ratio or effective capital base ചെയ്തിട്ടുള്ള ratio. Now effective capital base ചെയ്തിട്ടുള്ള effective capital ratio is nothing but എത്ര നാള് ഇവർ ഓരോരുത്തരും ക്യാപിറ്റൽ ഓരോ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര നാള് ഒരു ബിസിനസ്സിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടോ ആ ഒരു റേഷ്യോന്റെ ബേസിസിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ then we compute effective capital ratio. So let us take up an example and try to understand what is the meaning of this term. Illustration number 5. A and B are partners sharing profits and losses in the ratio of their effective capital. Effective capital എന്താണ് നമ്മൾ പഠിക്കുന്നത്? They had 1,60,000 respectively in their capital accounts as on 1st January 2016. A introduced a further capital of 10,000 on 1st April and another 5,000 on 1st July. On 30th September, A withdrew 40,000. On July 1st, B introduced further capital. The partners drew the following amounts in anticipation of profit.
A drew 1,000 per month at the end of each month. B withdrew 1,000 on 30th June. 12% per annum interest on capital is allowable and 10% interest on drawings is chargeable. Date of closing is 31st December. Calculate profit sharing ratio, interest on capital and interest on drawings. Yeah. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല, പകരം പറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ഓരോരുത്തരുടെയും എഫക്റ്റീവ് ആയിട്ട് ക്യാപിറ്റൽ എത്ര നാൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു ആ എഫക്റ്റീവ് ക്യാപിറ്റലിന്റെ റേഷ്യോ ആയിരിക്കണം ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ്. ഇനി ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ, so yeah, effective capital ratio fixed capital method ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും കുറച്ച് ചേഞ്ച് വരും. എന്തുകൊണ്ടാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ഒരു മാറ്റവും വരില്ല, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ എഫക്റ്റീവ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നേരെ ആ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയി അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയി അവരുടെ ക്യാപിറ്റൽസിന്റെ ബാലൻസ് കണ്ടുപിടിക്കുക. നമുക്ക് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ 30,000 ഉം 20,000 ഇതിന്റെ റേഷ്യോ എടുക്കുക, 3:2. വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ബട്ട് ഇഫ് ഇറ്റ്സ് എ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഈ എഫക്റ്റീവ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന അല്ലെ ക്യാപിറ്റൽ റേഷ്യോ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ കുറച്ച് ടൈം എടുക്കും. കാരണം ക്യാപിറ്റൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അഡീഷണൽ ക്യാപിറ്റൽ വന്നാൽ ക്യാപിറ്റൽ കൂടും, ഡ്രോയിങ്സ് വന്നാൽ ക്യാപിറ്റൽ കുറയും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എഫക്റ്റീവ്ലി ഇവരുടെ ക്യാപിറ്റൽ എത്രത്തോളം നമ്മളുടെ ബുക്സിൽ ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ്ഫോർ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ആ ഒരു കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. സോ എ ആൻഡ് ബി. സോ എഫക്റ്റീവ് ക്യാപിറ്റൽ ഓഫ് എ, ആദ്യം എ ചെയ്യാം, എന്നിട്ട് നമ്മൾക്ക് അടുത്ത ആളുടെ ഇതിലേക്ക് പോകാം. അപ്പോൾ ആ ബൈ പ്രോഡക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ എത്ര ഓരോ സ്റ്റേജിലാണ്? മന്ത്സ് the capital was used in business, then finally product. ഇത് രണ്ടിന്റെയും കൂടെ multiplied. ഇനി എയുടെ നോക്കാം. A had 1 lakh at the start of അല്ലെങ്കിൽ 1st January. അപ്പോൾ 1 ലക്ഷം രൂപ അയാളുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. So 1 lakh he had till which day he invested 1 lakh വരെ. അത് എന്നായിട്ടുണ്ടായിരുന്നു? 1 lakh അഡീഷണൽ ക്യാപിറ്റൽ അയാൾ ഏപ്രിൽ 1 കൊണ്ടുവന്നു. അപ്പോൾ 3 മാസം വരെയാണ് 1 lakh ആയിട്ട് തന്നെ ഇയാളുടെ ക്യാപിറ്റൽ ഇരുന്നത്. അപ്പോൾ നമുക്ക് പറയാം months this capital was used in the business. That is going to be 3 months. അതിനുശേഷം ഈ ക്യാപിറ്റൽ ഉപയോഗിച്ചിരുന്നില്ല, അതിനുശേഷം ഈ ക്യാപിറ്റലിന് മാറ്റം വന്നിട്ടുണ്ട്, കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്ന ക്യാപിറ്റൽ 1 lakh ആയിട്ട് തന്നെ എത്ര നാൾ യൂസ് ചെയ്തു എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ therefore product is 3 lakh. Then അടുത്തത് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ? എത്രയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 10,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 10,000 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അയാളുടെ ക്യാപിറ്റൽ കൂടി, 1 lakhൽ നിന്ന് 1,10,000 ആയി. അപ്പോൾ 1,10,000 എത്ര നാൾ 1,10,000 ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു? ജൂലൈ വരെ. കാരണം ജൂലൈ അയാൾ വീണ്ടും ഒരു അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സോ വി ക്യാൻ സീ ദാറ്റ് 1,10,000 ആണ് അടുത്ത അയാളുടെ ക്യാപിറ്റൽ ഇൻക്രിമെന്റ് ആയി വന്ന ടോട്ടൽ ക്യാപിറ്റൽ ആണ്. Until how many months did we use this 1,10,000 as such? April fully, May and June. July ആയപ്പോൾ വീണ്ടും അടുത്ത ക്യാപിറ്റൽ, അതായത് again for 3 months. So therefore 3,30,000. Yeah. And next is he he added another 5,000 on 1st July. അപ്പോൾ ജൂലൈയിൽ ഫസ്റ്റിൽ അയാൾ വീണ്ടും കുറച്ച് പൈസ കൊണ്ടുവന്നു. ജൂലൈ 1-ന് 5,000 കൊണ്ടുവരുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ 1,10,000 നിന്ന് 1,15,000 ആയി. സോ 1,15,000 ജൂലൈ തൊട്ട് എന്ന് വരെ ഉണ്ടായിരുന്നു? സെപ്റ്റംബർ 2016 അയാൾ 40,000 വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെപ്റ്റംബർ വരെ
അയാൾക്ക് ഈ എമൗണ്ട് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നു. ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ അഗൈൻ another 3 months. So which means 1,50,000 he had for another 3 months. Yeah, the brackets idinte keezham. This is from Jan to March end. This is from April to June end. And this is from July to September end. So 1,15,000 into 3 is 3,45,000. ഇനി 3,40,000. അപ്പോൾ അയാൾ വിഡ്രോവൽ നടത്തി. വിഡ്രോവൽ 40,000 നടത്തിയപ്പോൾ അയാളുടെ ക്യാപിറ്റൽ കുറഞ്ഞു അല്ലേ? എത്രയാണ് ക്യാപിറ്റൽ കുറഞ്ഞത്? ക്യാപിറ്റൽ അയാളുടെ കുറയാൻ തുടങ്ങി. which means ക്യാപിറ്റൽ 1,15,000 നിന്ന് 40,000 അയാൾ വിഡ്രോ ചെയ്തപ്പോൾ അയാളുടെ ക്യാപിറ്റൽ എത്രയായി മാറി? 1,15,000 നിന്ന് 40,000 പോയാൽ 75,000. അപ്പോൾ അടുത്ത ലോട്ട് എന്ന് നമുക്ക് പറയുന്നത് 75,000 രൂപയാണ് അയാളുടെ കയ്യിൽ സെപ്റ്റംബർ 30-നുള്ളത്. സെപ്റ്റംബർ 30 തൊട്ട് എത്ര നാൾ 75,000 ആയിട്ട് തന്നെ അയാൾ ഇതിനെ കണ്ടിന്യൂ ചെയ്തു. അടുത്തത് അയാൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് the partners drew the amount so സെപ്റ്റംബർ 30-ന് വിഡ്രോവൽ നടത്തിയാൽ എത്ര നാളും കൂടി ഇത് ഈ വർഷം ഇങ്ങനെ തന്നെ ക്യാപിറ്റൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും? ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ again for another 3 months. So 75,000 into 3 it's going to be 2,25,000 and this is for period October to December. അപ്പോൾ ഇങ്ങനെയാണ് ഇയാളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെ നമ്മൾക്ക് യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഓരോ ക്യാപിറ്റൽ സ്റ്റേജ് എത്ര നാൾ അങ്ങനെ തന്നെ ഒരു മാറ്റവും വരാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ 1 lakh ആയിട്ട് തന്നെ എത്ര നാൾ നിന്നു അതും വേണമെങ്കിൽ ചെയ്തത്. 1 lakh അവസാനത്തെ സെപ്റ്റംബർ വരെ 1 lakh ആയിട്ട് തന്നെയുണ്ടല്ലേ, അപ്പോൾ 9 മാസത്തെ ഒരുമിച്ച് ചെയ്തു. 10,000 എത്ര നാൾ യൂസ് ചെയ്തിട്ടുണ്ട്? ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ. പക്ഷെ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾക്ക് ഈസി ചെയ്യാൻ. സോ ക്യാപിറ്റൽ ഇത്രയുമാണ് യൂസ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ലൈനും കൂടെ ഉണ്ട്. പാർട്ട്നേഴ്സ് ഡ്രൂ ദ ഫോളോയിങ് അമൗണ്ട്സ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഡ്രോയിങ്സ് but not because he is planning to withdraw back his initial investment. അയാൾ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത് അയാൾക്കറിയാം. ആ പ്രോഫിറ്റ് പല തവണകളായിട്ട് അയാളുടെ ഡെയിലി ചെലവുകൾ നടക്കാനോ വീട്ടിലെ ചെലവുകളോ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടി അയാൾ അഡീഷണലി വിഡ്രോ ചെയ്തതാണ്. അത് പക്ഷേ ക്യാപിറ്റൽ അയാളുടെ കുറയ്ക്കുന്നില്ല. പ്രോഫിറ്റിന്റെ എമൗണ്ട് ഭാവിയിൽ ക്യാപിറ്റലിലേക്ക് ആഡ് ആവേണ്ടത് ക്യാഷ് ആയിട്ട് അയാൾ നേരത്തെ എടുത്തുകൊണ്ട് പോയി എന്ന് ചിന്തിച്ചാൽ മതി. സോ ദാറ്റ് പാർട്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്, which he has withdrawn in anticipation of profit. The other one, he took back the initial investment aayittulla drawings. Both are different. So he withdrew his initial investment to the extent of only 40,000. ബാക്കി അയാൾ ചെലവുകൾക്ക് വേണ്ടിയുള്ള പ്രോഫിറ്റ് നേരത്തെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഡ്രോയിങ്സ് മാത്രമാണ്. സോ 40,000. അപ്പോൾ നമുക്ക് എത്രയാണ് ഈ ടോട്ടൽ കിട്ടുന്നത് അതൊന്ന് എഴുതുന്നത്. 3 lakh plus 2,45,000 plus 3 lakh. We are going to get total capital of 12 lakh. Same way you have to find effective capital for B also. That is effectively 12 lakh olam capital aanu A invest ചെയ്തിരിക്കുന്നത് ബിസിനസ്സിലേക്ക്. So effective capital of B. Again capital months capital was used in business. And finally you have product. For B it was B initially കൊണ്ടുവന്നത് 60,000 ആയിരുന്നു ജനുവരി 1-ന്. അത് കഴിഞ്ഞിട്ട് B അഡീഷണൽ ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ, 30,000. അല്ലാതെ വേറെ ഒന്നും തന്നെ പറയുന്നത്. അപ്പോൾ B 60,000 ഉണ്ടായിരുന്നത് എന്നോട്ടാണ് ജനുവരി 1 തൊട്ട് അടുത്ത അയാൾ അഡീഷണൽ ജൂലൈയിലാണ്. സോ ജാൻ ടു ജൂൺ 6 മന്ത്സിലേക്കും 60,000 അങ്ങനെ തന്നെ അയാൾ ഹോൾഡ് ചെയ്തു. സോ 3,60,000 ആണ് അതിൻ്റെ പ്രോഡക്റ്റ്.
ഇനി അടുത്തത് 60,000ന്റെ കൂടെ ഒരു 30ഉം കൂടെ ആഡ് ആയി his capital became 90,000. And how long did he continue using this 90,000 as capital? For another 6 months, from July 1st to December vare, which is 5,40,000. Therefore, the total capital, the product of effective capital of B will be 9 lakh rupees. Now, e product ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ് effective capital ratio എന്ന് പറയുന്നത്. So, effective capital ratio is going to be of A and B is going to be 12 lakh is to 9 lakh. അതായത് 12 is to 9 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 4 is to 3, whatever way you want to name it. അപ്പോൾ effective capital ratio നമ്മൾക്ക് കിട്ടി. ഇനി എന്താണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്? കമ്പ്യൂട്ട് ദ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ആദ്യം പറഞ്ഞത്. ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞത് ഈ എഫക്റ്റീവ് ക്യാപിറ്റലിന്റെ ബേസിലാണ് എടുക്കുന്നത്. So effective capital ratio കണ്ടുപിടിച്ച സ്ഥിതിക്ക് this is going to be the profit sharing ratio of A and B. And how much is going to be interest on capital? Interest on capital will be, നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിലാണ് കണ്ടുപിടിച്ചത് അല്ലേ. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എയുടെ എത്രയായിരിക്കും? എ 12 lakh ആണ് അയാളുടെ പ്രോഡക്റ്റ്. 12 lakh ഇൻറ്റു എത്രയായിരുന്നു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ? Interest on capital was 12%. Yeah. So into 12% into product method follow either 1/12. So therefore 12 lakh into 12% divided by 12, 12,000. And B is going to be 9 lakh into 12% into 1/12. So that is going to be 9,000 rupees. This is interest on capital. ഇനി നമ്മളോട് interest on drawings ചോദിച്ചിട്ടുണ്ട് അല്ലേ. So interest on drawings is going to be for A. Aയുടെ അപ്പോൾ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് അവർ മാസാമാസം വിഡ്രോ ചെയ്തത് അല്ലേ. അത് എത്ര ഉണ്ടായിരുന്നു? That was 1000 per month. അതായത് 12 മാസം 1000 വെച്ചിട്ട് ഇയാൾ വിഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. സോ 1000 per month. Now 1000 per month meaning 1000 വെച്ചിട്ട് എല്ലാ മാസവും വിഡ്രോ ചെയ്തു. അപ്പോൾ എത്ര മാസം? 12 മാസം വിഡ്രോ ചെയ്തു. ആൻഡ് 10% was the interest on drawings. So how much is the interest on drawings computation? 12,000 into 10%. Now every month അവർ withdraw ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മാസവും withdraw ചെയ്യുമ്പോൾ എത്രയായിരിക്കണം നമ്മൾ, എത്ര മാസത്തേക്കായിരിക്കും നമ്മൾ ഈ എമൗണ്ടിനെ കളക്റ്റീവ്ലി ചാർജ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾക്ക് ഒരു ടേബിൾ, ഇതും പ്രോഡക്റ്റ് മെത്തേഡ് പോലെ നമ്മൾക്ക് ചെയ്യാം. Because every month it will keep on accumulating. So 1000, ആദ്യത്തെ 1000 12 മാസം, രണ്ടാമത്തെ 1000 11 മാസം, അങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. 9, 8, sorry, not 12. Not 12. The question says 1000 per month at the end of each month beginning from January. അപ്പോൾ ജനുവരിയിൽ A എന്നായിരിക്കും വിഡ്രോ ചെയ്യുന്നത്. ജനുവരി 2016 വിഡ്രോവൽ നടക്കുന്നത് 31 ജനുവരിയിലായിരിക്കും. 31/01/2016. So which means how many months is the drawings ആയിട്ടുണ്ട്? 11 months. 1000 വെച്ചിട്ട്. Yeah, 11,000. അങ്ങനെ ഓരോ മാസവും താഴേക്ക് താഴെ. ഫെബ്രുവരിയിൽ എന്നായിരിക്കും ഇയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക? ഫെബ്രുവരിയുടെ അവസാനത്തെ ദിവസം. സോ വിച്ച് മീൻസ് 2 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വിഡ്രോവൽ ആണ്. അപ്പോൾ 10 വെച്ചിട്ട്, അങ്ങനെ 11 വെച്ചിട്ട് ടിൽ ലാസ്റ്റ് ഇയർ വരെ ഈ ഒരു കണ്ടിന്യൂവേഷൻ നടന്നുകൊണ്ടിരിക്കും അല്ലേ. സോ 9 into 1000, 8 into 1000, 7 into 1000,
6 into 1000 from March 16, April, May, June, July, August, September, October, November and December. So July അവസാനം എന്ന് പറയുമ്പോൾ August, September, October, November, December 5 മാസം കൂടെ ഡ്രോയിങ്സിന് ചാർജ് ചെയ്താൽ മതി. 5 months, this is 4 months, maybe 3 months, 2 months. നവംബറിന്റെ ഇനി ഒരു മാസം, കാരണം നവംബറിന്റെ വിഡ്രോവൽ നടക്കാൻ പോകുന്നത് നവംബർ 30-നായിരിക്കും. അപ്പൊ ഡിസംബറിന് ഡ്രോയിങ്സ് നടന്നാലും ഇൻട്രസ്റ്റ് എന്തെങ്കിലും വരും? ഇല്ല, കാരണം ഡിസംബറിന്റെ ഡ്രോയിങ്സ് നടക്കാൻ പോകുന്നത് 31 ഡിസംബറിനാണ്, ലാസ്റ്റ് ഡേയിലാണ് അല്ലെ. സോ ദെയർഫോർ അതിന് ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഒന്നും ആപ്ലിക്കബിൾ ആവില്ല. സോ ദെയർഫോർ ഹൗ മച്ച് വിൽ ബി ദ amount? അപ്പൊ ഇത് നോക്കി നമുക്ക് ഇങ്ങനെ തന്നെ കമ്പ്യൂട്ട് ചെയ്ത് പോകാം. 10,000, 9,000, 29 plus 7, 6, 16. So interest on drawings is going to be 66. So interest on drawings 10,000 into 12 into 10% വെച്ചാലും നമ്മൾക്ക് എത്ര മാസം എന്നുള്ളത് പറയാൻ പറ്റില്ല, കാരണം ഓരോ മാസവും ഇവര് വിഡ്രോ ചെയ്തിരിക്കുന്നത് ഓരോ മാസം അവസാനമാണ്. അപ്പൊ എത്ര നാളിത് വിഡ്രോവൽ ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓരോ സ്റ്റേജിനും ഓരോ നമ്പർ ഓഫ് മന്ത്സ് ആണ് പറയാനുള്ളത്. സോ ഫോർമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാതെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ പ്രോഡക്റ്റ് മെത്തേഡ് വഴി തന്നെ കണ്ട് പിടിക്കാം. Therefore, the interest on drawings is going to be 550. How did I get that? The product 66,000 product കിട്ടി. 66,000 into interest on drawings 10% into 1/12, which is going to be 550. ഇനി സെയിം കമ്പ്യൂട്ടേഷൻ തന്നെയാണ് ഇവർ 5.5 divided by 12 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്, which is nothing but ഈ ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ്, അതായത് ഏറ്റവും ആദ്യത്തെ നമ്പർ ഓഫ് മന്ത്സ്, it is actually going to continue as drawings in the business എത്രയാണ് 11, അതിന്റെ ഹാഫ് 5.5 ആ ഒരു രീതിയിൽ കമ്പ്യൂട്ട് ചെയ്താൽ 550 കിട്ടുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ഈ ഒരു പ്രോഡക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷൻ 5.5 എങ്ങനെ വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണമേ ഉള്ളൂ. ബട്ട് ഇഫ് യു ഫീൽ ദാറ്റ് ഇസ് ഓക്കെ വിത്ത് യു, ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ് ദാറ്റ്. ഇനി ബിയുടെ ഡ്രോയിങ്സും ഇതേപോലെ കണ്ടുപിടിക്കും. പക്ഷെ ബിയുടെ ഡ്രോയിങ്സിൽ ഇത്രയും ടെൻഷൻ ഇല്ല, ബിക്കോസ് ബി വിഡ്രൂ 1,000 on June and 5,000 on 30th September, which means B withdraw ചെയ്തത് 1,000 ജൂണിലാണ്, അതിന്മേൽ 10% ഡ്രോയിങ്സ്. ആൻഡ് ജൂൺ എന്നാണത് വിഡ്രോ ചെയ്തത്? ജൂൺ 30-ന്. അപ്പോൾ എത്ര നാളത് ഡ്രോയിങ്സ് ആയിട്ടുണ്ട്? ജൂലൈ തൊട്ട് ഡിസംബർ വരെ, that is for 6 months. Plus again he withdrew on 30th September 5,000, which means ഈ 5,000 മേലും 10% ഇൻട്രസ്റ്റ് കിട്ടണം അല്ലേ. സോ 10% സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം ഇത് ഡ്രോയിങ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ 3 മാസത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ 1,000 into 10% plus so that is going to be 175 interest on drawings. 50 and 25, 125 separate ആണ്. Totally ഇതിന് 175 എന്ന് പറഞ്ഞത് ആണ്. സെയിം വേ എയുടെ നിങ്ങൾക്ക് 5.5 എന്നുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ that is also fine. Okay? So that is how you will compute profit sharing ratio based on effective capital. എത്ര നാള് ക്യാപിറ്റൽ ആയിട്ട് തന്നെ ഇതിന്റെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു ആ മാസങ്ങൾ അല്ലെ ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യുക, അത് വെച്ചിട്ട് പ്രോഡക്റ്റിലേക്ക് അറൈവ് ചെയ്യുക, ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് ക്യാപിറ്റൽ.
Even though he has invested 1 lakh, 1 lakh 10, 1 lakh 15, 75,000 പല സമയത്തായിട്ട് ഇതെല്ലാം എഫക്റ്റീവ്ലി 12 ലക്ഷത്തോളം രൂപ എല്ലാ മാസവുമായിട്ട് ചേർത്ത് എനിക്ക് വന്നിട്ടുണ്ട്. 12 മാസം അല്ല 12 ലക്ഷം രൂപ ടോട്ടലി തന്ന ഒരു എഫക്റ്റ് ആണ് ഈ ഓരോ തവണയായിട്ടും ഇങ്ങനെ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ റേഷ്യോയിൽ നമ്മൾ PSR കണ്ടുപിടിച്ചു. And then interest on capital also. So PSR on based on effective capital ratio ചോദിക്കുകയാണെങ്കിൽ product method ഉപയോഗിച്ച് which you learned in account current you will have to find out. Yeah, now we are left with one more theory called guarantee of minimum profit. Now guarantee of minimum profit will be mentioned in the agreement. That is, sometimes certain parties or partners will be guaranteed a minimum profit if he becomes a partner in a particular business. അപ്പോൾ ശരിക്കും അത്രയും ലാഭം ബിസിനസ്സിന് ഇല്ലെങ്കിൽ കൂടി ഇവർക്ക് മിനിമം ഇത്ര പ്രോഫിറ്റ് കിട്ടണമെന്ന് കാണും. അപ്പോൾ ആ പ്രോഫിറ്റ് കമ്പനി പാർട്ട്ണർഷിപ്പ് ഫേം ഏൺ ചെയ്തില്ലെങ്കിലും ഇവർക്ക് മിനിമം ഇത്ര ഗ്യാരണ്ടീഡ് എമൗണ്ട് ഉള്ളത് കാരണം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ കൊടുക്കും? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പാർട്ട്ണർ അത് ബെയർ ചെയ്യും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിമൈനിങ് പാർട്ട്നേഴ്സ് ഉള്ളവർ ബെയർ ചെയ്യും. അത് ബെയർ ചെയ്യേണ്ട റേഷ്യോ കാണും, ഇൻ പ്രിസ്ക്രൈബ്ഡ് റേഷ്യോ. ഇനി ബാക്കിയുള്ള മുഴുവൻ പാർട്ട്നേഴ്സും ചിലപ്പോൾ ഡെഫിഷ്യൻസി ബെയർ ചെയ്യേണ്ടി വരും ഇൻ their respective profit sharing ratio. Yeah? I'll give you an example, their respective profit sharing ratio. All remaining part. അല്ലെങ്കിൽ ഫേം തന്നെ ഫേം ഫുള്ളി ഇത് ബെയർ ചെയ്തോളും. അങ്ങനെ എന്ത് രീതിയിൽ വേണം. അപ്പോൾ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്. ഇമാജിൻ A, B, C and D are partners and D is given a provision of guarantee of minimum profit. അപ്പോൾ അയാൾക്ക് മിനിമം പ്രോഫിറ്റ് 10,000 രൂപ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് നോക്കാം. സപ്പോസലി ഏതെങ്കിലും ഒരു വർഷം ഡിയുടെ ഷെയർ വന്ന് നോക്കുമ്പോൾ 10,000 ഇല്ല, 9,000 ഉള്ളെങ്കിൽ അയാൾക്ക് മിനിമം എത്ര കിട്ടിയിരിക്കണം? 10,000 കിട്ടും. അതിൽ കൂടുതലായാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. ഗ്യാരണ്ടീഡ് മിനിമം പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ബാക്കി ഷോർട്ട് ഫോൾ 1000 എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഫേം കളക്റ്റീവ്ലി ഇതിനെ ബെയർ ചെയ്തോളും, അല്ലാന്നുണ്ടെങ്കിൽ ചില പാർട്ട്നേഴ്സ് ഈ ഡെഫിഷ്യൻസി വരുന്ന കാലത്ത് ഏറ്റെടുത്തോളാമെന്ന് ഡിസൈഡ് ചെയ്തിരിക്കും. A and B. അതിനൊരു റേഷ്യോയും ചിലപ്പോൾ ഓൾറെഡി എഗ്രിമെന്റിൽ കാണും. ആ റേഷ്യോയിൽ അവർ 1000 ഡെഫിഷ്യൻസി സഫർ ചെയ്യും. ഇത് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർ ഈ പ്രോഫിറ്റ് വേണ്ടാന്ന് പറഞ്ഞ് ഡിക്ക് കൊടുക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിലോ ഡി ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ട്നേഴ്സും അവരുടെ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് ഷെയർ, അതായത് A, B and C തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ ഡെഫിഷ്യൻസി ബെയർ ചെയ്യും. മീനിങ് ടു സേ, if the profit sharing ratio was 5:4:3:2 among all 4 partners and D was the person who was supposed to get minimum profit, അയാൾക്ക് മിനിമം പ്രോഫിറ്റ് 10,000 കിട്ടണമായിരുന്നു, 1000 രൂപ ഷോർട്ട് ഫോൾ ഉണ്ട്. അപ്പോൾ 1000 രൂപ ആര് ഷെയർ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? ബാക്കി പാർട്ട്നേഴ്സ് എല്ലാവരും. അപ്പോൾ ബാക്കി പാർട്ട്നേഴ്സ് 1000 ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യും? ഇവർ 3 പേരും തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് 5:4:2 ഷെയർ ചെയ്ത് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർ അത്രയും പോർഷൻ ആർക്ക് വേണ്ടി കൊടുക്കും? ഡിക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ ഡിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുകയും A, B and Cക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബേസിൽ കിട്ടേണ്ടതിൽ നിന്ന് ഇത് കുറയുകയും ചെയ്യും. ദാറ്റ് ഈസ് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്. സോ ലെറ്റ് us understand that through a problem. Illustration number 8. A and B were partners in a firm sharing profits and losses in the ratio 3:2. They admit C for 1/6 share in profits. അതായത് 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. പുതിയ ഒരു പാർട്ട്ണറിനെ അവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വൈഡൻ ചെയ്യാനൊക്കെ വേണ്ടിയായിരിക്കും. അപ്പോൾ അഡീഷണൽ ഒരു പാർട്ട്ണറിന്റെ ആവശ്യവും കാണും, ക്യാപിറ്റലിന്റെ ആവശ്യം കാണും, മാൻ പവർ അല്ലെങ്കിൽ അയാളുടെ കോൺടാക്ട്സിന്റെ ആവശ്യം കാണും. എന്ത് റീസൺ വേണേലും ആയിക്കോട്ടെ, പുതിയ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെയാണ് അഡ്മിറ്റിംഗ് അല്ലെ അഡ്മിഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ സീനെ അഡ്മിറ്റ് ചെയ്തു ആൻഡ് സിക്ക് കൊടുക്കാൻ പോകുന്ന ഷെയർ 1/6 ഷെയർ ആണെന്ന് വെക്കാം. ആൻഡ് ഗ്യാരണ്ടീഡ് ദാറ്റ് ഇസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് വിൽ നോട്ട് ബി ലെസ് ദാൻ 2.5 crore. 2.5 crore. Total profits of the firm for the year ended 31st March 2017 were 9 crore. Calculate share of profits of each partner when guarantee is given by firm, guarantee is given by A and guarantee is given by A and B equally.
മൂന്ന് കേസസിലും എങ്ങനെയാണ് ഈ P&L ഇവർക്ക് എല്ലാവർക്കും നമ്മൾ പ്രോഫിറ്റ് കൊടുക്കുന്നത് നമ്മൾക്ക് നോക്കാം. So illustration number 1, when guarantee is given by firm. So P&L appropriation account ഉള്ള പ്രോഫിറ്റ് എത്രയായിരുന്നു? by net profit brought down 9 crore. ആർക്കൊക്കെ നമ്മൾ ഇതിന്റെ ഷെയർ കൊടുക്കണം? to share of profit A, B and C. സിക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്യാരണ്ടീഡ് 2.5 കോടി കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അയാൾക്ക് ശരിക്കും എത്ര കിട്ടും എന്നുള്ളത്. അതിനുശേഷമാണ് മിനിമം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളെ എത്ര ഷെയറിനാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്? 1/6 ഷെയർ, അതായത് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അതിന്റെ 1/6 ആർക്ക് പോകണം? സിക്ക് പോകണം. അപ്പോൾ ഈ ഒരു കേസിൽ ഫേമിന് എത്ര കോടിയുടെ ലാഭം ഉണ്ടായിരുന്നു? 9 crore ലാഭമാണ്. അതിന്റെ 1/6 എന്ന് പറയുമ്പോൾ 1/6 എന്ന് പറയുമ്പോൾ 1,50,00,000 ആണ് അല്ലേ? 1,50,00,000 ആണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. പക്ഷെ അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് whether his guaranteed minimum profit is attained or not. If not attained, he should be getting 2,50,00,000 which is guaranteed minimum. So therefore we can say actually അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റും ഗ്യാരണ്ടീഡ് മിനിമം ആയിട്ടും കമ്പയർ ചെയ്യുക. whichever is higher ആയിരിക്കും നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ്. സോ ഇവിടെ അയാൾക്ക് നമ്മൾ എത്ര കൊടുക്കണം? 2,50,00,000. പ്രോഫിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 1,50,00,000 കൊടുത്താൽ മതി. പക്ഷേ ഗ്യാരണ്ടീഡ് മിനിമം ഉള്ള സ്ഥിതിക്ക് ആ എമൗണ്ട് മിനിമം അയാൾക്ക് കിട്ടണം. സോ ഈ കമ്പ്യൂട്ടേഷനിൽ whichever is higher ആണ് അയാൾക്ക് പോകുന്നത്. ഇനി 2,50,00,000 സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? ഫേം ആണ് കൊടുത്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് എൻറ്റയർ ഫേമിലെ മെമ്പേഴ്സ് ആണ് ഈ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്? സിക്ക് കിട്ടാനുള്ള ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് സിക്ക് കൊടുക്കും. എന്നിട്ട് മിച്ചമുള്ള പ്രോഫിറ്റ് എയും ബിയും ഷെയർ ചെയ്യും. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിച്ച് ഇസ് 3:2. അതാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ പോയിന്റ്. റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻ ദർ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് അവർ തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ റിമൈനിങ് പ്രോഫിറ്റ് എത്രയുണ്ട്? 9 crore നിന്ന് 2,50,00,000 മൈനസ് ചെയ്താൽ ബാക്കി 6,50,00,000 ഉണ്ട് അല്ലേ? ആ 6,50,00,000 റിമൈനിങ് ഫേമിലെ പാർട്ട്നേഴ്സ് ആയ എയും ബിയും ഷെയർ ചെയ്യണം. എങ്ങനെ? 6,50,00,000 into their respective profit sharing ratio among themselves, A and B 3:2, അതായത് into 3/5 and B 6,50,00,000 into 2/5, which is 3,90,00,000 for A and 2,60,00,000 for B. ഇതാണ് ഗ്യാരണ്ടി ബൈ ഫേം എന്നുള്ളത്. ബാക്കിയുള്ള ഫേമിലെ പിന്നെയുള്ള മെമ്പേഴ്സ് ആയിരിക്കണം ഇത് ബെയർ ചെയ്യുന്നത്. This is guarantee given by firm. Now next is when guarantee is given by A separately. A തനിയാണ് ഗ്യാരണ്ടി കൊടുത്തത്. So which means same P&L appropriation account. P&L appropriation account. Profit already എത്രയുണ്ട്? by net profit brought down 9 crore. അത് ആർക്കൊക്കെ പോകണം? A, B and C. To same ledger to share profit A, B and C. Yeah. Now
9 crore-ന്റെ 1/6 സിക്ക് കിട്ടണം. സോ 9 crore-ന്റെ 1/6 സിക്ക് കിട്ടണമെങ്കിൽ 1 crore 50 lakh. But he also has a minimum guaranteed minimum profit clause. Therefore, he should get how much? 2 crore 50 lakh കിട്ടണം അല്ലേ? So 2 crore 50, whichever is higher. പക്ഷെ അയാൾക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 1 crore 50 lakh ശരിക്കും അയാളുടെ എലിജിബിലിറ്റി ഉള്ളൂ, അതായത് പ്രോഫിറ്റിന്റെ ബേസിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണിക്കുന്നത്? സി 1 crore 50 lakh ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും സിക്ക് കിട്ടും, പ്ലസ് ഇതിന് ഗ്യാരണ്ടി കൊടുത്ത ആള് ഈ ഷോർട്ട് ഫോളും ബെയർ ചെയ്യും. അതായത് സിക്ക് ഐഡിയലി കിട്ടേണ്ടത് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് അലോൺ ഇസ് ഗോയിങ് ടു ബി 1 crore 50 lakh. അതിന്റെ കൂടെ അയാളുടെ ഷോർട്ട് ഫോൾ ഡെഫിഷ്യൻസി ടു റീച്ച് ദ ഗ്യാരണ്ടീഡ് മിനിമം ഓഫ് 1 crore വിൽ ബി ബോൺ ബൈ ദ പേഴ്സൺ ഹു ഹാസ് ഗിവൻ ദ ഗ്യാരണ്ടി, വിച്ച് ഇസ് എ. സോ എയുടെ പ്രോഫിറ്റ് നോക്കുക. എക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടേണ്ടത്? ഐഡിയൽ സിറ്റുവേഷൻ 9 crore-ന്റെ എത്രയാണ് റേഷ്യോ? 3:2 among A and B ആണ് അല്ലേ? So when C is also admitted, എത്രയായിരിക്കും സിക്ക് എക്ക് കിട്ടേണ്ട പ്രോഫിറ്റ്? 3/5 തന്നെയായിരിക്കും അല്ലേ? Then we are going to think of the entire firm as a whole. അപ്പോൾ ഇവിടെയാണ് മറ്റൊരു കമ്പ്യൂട്ടേഷൻ വരുന്നത്. അത് നമ്മൾ അടുത്ത ചാപ്റ്റർ ഗുഡ്വിൽ പഠിക്കുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിലി പഠിക്കും. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് A and B was 3:2. But when A and B and C came into picture, സിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായി മാറി? സിയുടെ മാത്രം 1/6 എന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ എയുടെയും ബിയുടെയും നമ്മൾക്ക് അറിയാം ഇല്ല. അപ്പൊ നമ്മളത് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ ഹൗ വിൽ വി കമ്പ്യൂട്ട് ദാറ്റ്? അതിന് ഞാൻ ഒന്ന് റഫായിട്ട് പറയുന്നുള്ളൂ. ഐ വിൽ അഗൈൻ ടേക്ക് അപ്പ് ഇറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. Therefore we can say if C is admitted for a share of profit of 1/6, we can say the total profit of firm is going to be, wherein A, B and C are partners, is going to be 6. 6/1 ഇല്ലേ? 1/6 ആണ് എനെ അപ്പോയിന്റ് സിനെ അപ്പോയിന്റ് ചെയ്തെന്ന് നമ്മൾക്ക് പറയാം. ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേം എത്രയായിരിക്കും? 6/1 അല്ലെങ്കിൽ 6 എന്നാണ്. ഈ 6/1-ലും എ ആൻഡ് ബി ഏത് റേഷ്യോയിൽ തന്നെയായിരിക്കും ഹോൾഡ് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ്. അതായത് നമുക്ക് പറയുന്നില്ല എങ്ങനെയാണ് ഇവരുടെ റേഷ്യോ പുതിയതായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ 6/1 എന്ന് പറയുന്ന ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ ഫേമിൽ 1/6 സിനുള്ള ഷെയർ ആണെങ്കിൽ റിമൈനിങ് ഷെയർ എത്രയുണ്ട്? എ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, സി കഴിഞ്ഞിട്ടുള്ള 1 minus 1/6, which is going to be 5/6 അല്ലേ? ആ 5/6 പഴയ പാർട്ട്നേഴ്സ് അവരുടെ പഴയ റേഷ്യോയിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. Therefore, A's new share will be 5/6 ആണ് അവർക്ക് മുഴുവനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ളത്. അത് ഏത് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാം? 3/5. അവർ പഴയ ഹോൾഡ് ചെയ്തിരുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Therefore, we can say it is going to be 3/6. And what about B's new share? Totally അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് 5/6 ആണ്. അതിനെ 2/5 എന്നുള്ള റേഷ്യോയിലായിരിക്കും സ്പ്ലിറ്റ്. ദാറ്റ് ഇസ് 2/6. അപ്പൊ നമ്മൾക്ക് കിട്ടി എയുടെ പുതിയ ഷെയർ 3/6, ബിയുടെ പുതിയ ഷെയർ 2/6 and സിയുടെ പുതിയ ഷെയർ 1/6. Therefore, new profit sharing ratio is going to be 3:2:1. കാരണം ഡിനോമിനേറ്റർ എല്ലാം ഡിവൈഡഡ് ബൈ 6 ആണ് അല്ലേ? അപ്പോൾ 3:2:1 ആയിരിക്കും അവരുടെ പുതിയ റേഷ്യോ. ആൻഡ് ഈ പുതിയ റേഷ്യോയിലാണ് ഈ 9 crore നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. Why didn't we consider this in the previous case? Because അവിടെ ഗ്യാരണ്ടി കൊടുത്തത് ഫേം ആണ്. അതായത് ഫേം എന്ന് ഉദ്ദേശിക്കുന്നത് സിക്ക് ഗ്യാരണ്ടി കൊടുത്തത് ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും കൂടെയാണ്. അപ്പോൾ അവർ ഗ്യാരണ്ടി കൊടുത്താൽ ഇവരുടെ ഷോർട്ട് ഫോൾ ആര് ബെയർ ചെയ്യേണ്ടി വരും? ഈ എയും ബിയും ബെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചത്. Now, but when guarantee is given by individually one person, then B will not say that okay എൻ്റെ പഴയ റേഷ്യോയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇല്ല, കാരണം
ഒരാൾ മാത്രമേ അതിന്റെ ലോസ് സഫർ ചെയ്താൽ മതി. Why should we suffer? Therefore, we will say I should get profit based on the new profit sharing ratio. He can either suffer or gain a loss, that is gain something, that is altogether different concept മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Guarantee is given by firm is nothing but നമ്മൾ പറഞ്ഞത് ഒരാൾ ഗ്യാരണ്ടി മിനിമം ഉള്ള ഒരാൾക്ക് ബാക്കി എല്ലാ റിമൈനിങ് പാർട്ട്നേഴ്സും അവർ തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഒരു കേസാണ് ഗ്യാരണ്ടി ബൈ ഫേമിൽ വരുന്നത്. ഇൻഡിവിജ്വലി വരുമ്പോൾ നമ്മൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വേണം ചിന്തിക്കാൻ. സോ 9 crore-ന്റെ 3/6 ആണ് എക്ക് കിട്ടേണ്ടതെങ്കിൽ we can say that he should get actually 4.50 crore. എന്നാൽ അതിൽ സിക്ക് വേണ്ടി ഡെഫിഷ്യൻസി ബെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അയാളുടെ ലാഭത്തിൽ നിന്ന് പോകണം, 1 crore പോകണം അല്ലേ. സോ therefore A will get ultimately only 3.50 crore. What about B? B will get 9 crore മേലുള്ള 2/6 പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. How much is that going to be? 3 crore. 6, 9. Okay. So this is when only one partner share. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് നോക്കിയാൽ അറിയാം, ഫേം മുഴുവനായിട്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തപ്പോൾ രണ്ടുപേരുടെയും പ്രോഫിറ്റിൽ മാറ്റം വന്നു. 3,90,000-ഉം 2,60,000 3.9-ഉം 2.6 crore-ഉമായി അല്ലേ. ഒരാൾ മാത്രം ചെയ്തപ്പോഴോ എയുടെ മാത്രം പ്രോഫിറ്റ് പോയി 3.5. ബിയുടെ പ്രോഫിറ്റ് ശരിക്കും കൂടുകയാണ് ചെയ്തത്, കാരണം അയാൾക്ക് ആ ലോസ് ബെയർ ചെയ്യേണ്ടി വന്നില്ല. Now final stage when guarantee is given by A and B equally. So therefore again P&L appropriation account. Profit എത്രയാണ്? By net profit brought down 9 crore. Profit should be given to A, B and C. സിക്ക് കിട്ടേണ്ടത് മിനിമം 2.50 crore ആണ്. പക്ഷെ 9 crore-ന്റെ എത്ര കിട്ടുന്നുണ്ടെന്നാണ്. അത് ആക്ച്വലി സഫീഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെ മറ്റ് പാർട്ട്നേഴ്സിന്റെ അടുത്തേക്കൊന്നും പോവേണ്ട കാര്യമില്ല. പക്ഷെ അഗൈൻ 1.50 crore ആവും. 1.50 crore ഒരാൾക്ക് കിട്ടുന്നത്, അയാൾക്ക് ഇനി ബാക്കി 1 crore കൂടെ കിട്ടും. ആ 1 crore ആരൊക്കെയാണ് ബെയർ ചെയ്യാൻ പോകുന്നത്? എയും ബിയും ഈക്വലി എന്ന് പറയും. അതായത് ഷോർട്ട് ഫോൾ ആരുടെ അടുത്തു നിന്നൊക്കെ വരണം? ഡെഫിഷ്യൻസി സഫേർഡ് ബൈ എ ആൻഡ് ബി, 50 lakh and 50 lakh, which is 2.50 crore put together. A and B ക്ക് എത്രയാണ് നഷ്ടം? 9 crore-ന്റെ 3/6 ഇവർക്ക് കിട്ടണമായിരുന്നു അല്ലേ. അതായത് 4.50 crore ഇവർക്ക് കിട്ടണമായിരുന്നു. അതിൽ A എത്ര സഫർ ചെയ്തു? 50 lakh ഡെഫിഷ്യൻസി സഫർ ചെയ്തു. അതായത് 4 crore ultimately അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. What about B? He was supposed to get 9 crore-ന്റെ 2/6, which was 3 crore. ആ 3 crore-ൽ നിന്ന് ബിയും 50 ലക്ഷത്തിന്റെ ഡെഫിഷ്യൻസി സഹിച്ചു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 2.50 crore. അപ്പോൾ രണ്ടുപേരും ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് സ്പെസിഫിക് റേഷ്യോയിൽ ബെയർ ചെയ്യുകയാണെങ്കിൽ ആ സ്പെസിഫിക് റേഷ്യോയിൽ ആ ഡെഫിഷ്യൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പെസിഫിക് റേഷ്യോയിലൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും അതിനെ നമ്മൾ ബെയർ ചെയ്യുക. And if guarantee is given by just one party, ആ പാർട്ടി മാത്രം ലോസ് സഹിച്ചാൽ മതി. This is a guaranteed minimum profit will be worked out. And put together this will be 9 crore rupees. Yeah. So I hope it is clear. With this we complete the introduction to partners capital account. Next chapter അല്ലെങ്കിൽ next unit ആയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ആ നെറ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പുതിയ കണ്ടുപിടുത്തവും goodwill എന്ന് പറയുന്ന new aspects പഠിക്കും. And then we will move on to the important areas like admission, the retirement and death of partners. Yeah. So please go through the text also. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഇതൊക്കെ ബേസ് ആണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാരണം അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് അല്ലെങ്കിൽ ഡിസൊല്യൂഷനിലൊക്കെ ഈ ബേസിക്സിന്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വന്നത് സ്പെസിഫിക്കലി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കണമെന്നില്ല, മെയിൻ ക്വസ്റ്റന്റെ ഭാഗമായിട്ടായിരിക്കും ചോദിക്കുന്നത്. So make sure you understand it thoroughly. Yeah. So till we meet again, stay safe and happy.